കേൾക്കുന്നുണ്ട് സാർ. കേൾക്കുന്നുണ്ട്. ക്ലിയർ, ഓഡിബിൾ. ഓക്കെ. ഇപ്പൊ ഈ ഇതിനാകെ തന്നിരിക്കുന്ന സമയം 1 മണിക്കൂറാണ്. 1 മണിക്കൂറാണ് പിന്നെ സ്വാഭാവികമായിട്ട് ക്ലാസിന്റെ സമയം. അപ്പോ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഒരു 20 മിനിറ്റ് നമ്മൾ എടുക്കാം സാറേ. ഓക്കെ. ഈ നമ്മളിപ്പോ പ്രധാനമായിട്ടും ആദ്യം ആയുർവേദത്തിന്റെ കാര്യം ഒന്ന് സംസാരിക്കാം. അതിനുശേഷം മില്ലറ്റിലേക്ക് വരാം. അപ്പൊ ആയുർവേദം എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന കുറെ കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഒന്നാമത്തെ കാര്യം ആയുർവേദത്തിലെ മരുന്നുകള് അതിന്റെ ഏതോ എല്ലാം കൂടെ ഈ പച്ചമരുന്ന് എല്ലാം കൂടെ ഇടിച്ചു പിഴിഞ്ഞെടുത്തിട്ട് അതിലേതോ ഒരു മോളിക്യൂളാണ് ഈ രോഗം മാറ്റുന്നത് എന്നൊരു കൺസെപ്റ്റാണ് കിടക്കുന്നത്. അതൊരു അലോപ്പതി കൺസെപ്റ്റാണ്. പലപ്പോഴും ആർഗ്യുമെന്റ് നടത്താറുള്ളത് അങ്ങനെയാണ്. അതാണ് പ്രശ്നം വരുന്നത്. പക്ഷെ ആയുർവേദം അങ്ങനെ അല്ല വർക്ക് ചെയ്യുന്നത്. ആയുർവേദത്തിൽ ആദ്യം ഒരു അനാട്ടമി ഉണ്ട്. ആ അനാട്ടമി പഠിക്കുമ്പോൾ തന്നെ അറിയാം ഈ മോളിക്യൂൾസിന് ഇതിനകത്ത് യാതൊരു സ്ഥാനവും ഇല്ല. നമ്മളിപ്പോ ആദ്യം കേൾക്കുന്നത് പഞ്ചഭൂതങ്ങളും ത്രിദോഷങ്ങളും എന്നാണ്. അതിലെ ആയുർവേദം ആദ്യമേ തന്നെ പറയുന്നത് ലൈഫ് എന്താണ്, ജീവൻ എന്താണ് എന്നാണ് ആദ്യം നിർവചിക്കുന്നത്. അതിനുശേഷം മനസ്സെന്താണെന്ന് നിർവചിക്കുന്നു, കൃത്യമായ നിർവചനം കൊടുക്കുന്നുണ്ട്. ഈ നീവനും മനസ്സിനും കൃത്യമായ നിർവചനമുണ്ട്. കൂടുതൽ ആളുകൾക്കും അത് ആ നിർവചനം മനസ്സിലായിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പൊ ജീവൻ എന്ന് പറയുന്ന കാര്യത്തിന് മോഡേൺ സയൻസിൽ നിർവചനം ഇല്ല. എന്താന്ന് അറിഞ്ഞൂടാ. മനസ്സിന് മോഡേൺ സയൻസിൽ നിർവചനം ഇല്ല. അപ്പൊ അതുകൊണ്ട് കൃത്യമായ ഒരു നിർവചനം ഇല്ല. കുറെ കെമിക്കൽ റിയാക്ഷന്റെ ആകെത്തുകയാണ് മനസ്സ് എന്ന് പറയുന്നുണ്ട്. അതൊരു കൃത്യമായ നിർവചനം അല്ലല്ലോ. അതുപോലെ ഈ ജീവൻ എന്ന് പറഞ്ഞാൽ ഈ കുറെ കെമിക്കൽ റിയാക്ഷൻസ് ഒരുമിച്ച് നടക്കുമ്പോൾ അതിന്റെ റിസൾട്ടന്റ് അതാണ് ജീവൻ എന്ന് പറയും. അപ്പോ ആയുർവേദം ഇതിനെ രണ്ടായിട്ട് കണ്ടു നിർവചിക്കുന്നുണ്ട്. ആ നിർവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചികിത്സ തന്നെ തുടങ്ങുന്നത്, ചികിത്സയെ പറ്റി പറയുന്നത്. അപ്പൊ ആദ്യം എന്തിനെയാണോ ചികിത്സിക്കാൻ പോകുന്നത് അതിനെ നിർവചിക്കും. അതിനുശേഷം അതിനെ ചികിത്സിക്കാനുള്ള മാർഗങ്ങൾ പറയും. അലോപ്പതിയിലെ ഈ ചികിത്സിക്കാൻ പോകുന്നത് ശരീരത്തെയാണ്, ജീവനെയല്ല, മനസ്സിനെയല്ല. മനസ്സും ജീവനും എന്താണെന്ന് അറിയില്ല. അറിയത്തില്ലാത്ത സാധനത്തിനെ എങ്ങനെ ചികിത്സിക്കും എന്നുള്ളതാണ് ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്ക്. ഞാൻ കുറ്റം പറഞ്ഞതല്ല. ആയുർവേദത്തിന്റെ ഒരു ബ്രാഞ്ചാണ് വ്യാധി വിപരീത ചികിത്സ എന്ന് പറയും. അപ്പൊ ആ വ്യാധി വിപരീത ചികിത്സയാണ് അലോപ്പതി. എക്സാക്ട്ലി അലോപ്പതി അത് തന്നെയാണ്. ആയുർവേദത്തിന്റെ വേറൊരു ബ്രാഞ്ചാണ് ഹേതു വിപരീത ചികിത്സ എന്ന് പറയും. ഈ സാധനത്തെയാണ് ആളുകൾക്ക് മനസ്സിലാകുന്നത്. ആയുർവേദത്തിന്റെ പ്രധാനപ്പെട്ട ബ്രാഞ്ചും ഈ ഹേതു വിപരീത ചികിത്സയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ബ്രാഞ്ചും ഈ ഹേതു വിപരീത ചികിത്സയാണ്. ആയുർവേദത്തിന് മൂന്നാമതൊരു ബ്രാഞ്ച് ഉണ്ട്. അതാണ് തദർത്ഥകാരി ചികിത്സ. ഈ തദർത്ഥകാരി ചികിത്സ വരുമ്പോഴാണ് അതിന്റെ ഒരു ഭാഗമാണ് ഹോമിയോപ്പതി, പഞ്ചഗവ്യ ചികിത്സ. ഇതൊക്കെ ഇതെന്താണ് വ്യാധി വിപരീത ചികിത്സ എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. അലോപ്പതി തന്നെയാണ്. അത് എങ്ങനെയാണോ കാണുന്നത്, മോളിക്യൂളായിട്ട് കാണുന്നു, അതൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. എന്നാൽ ഹേതു വിപരീത ചികിത്സ എന്നതാണ് നമുക്കിവിടെ ചർച്ചാ വിഷയമാക്കാനുള്ളത്. മറ്റേത് ഞാനങ്ങ് വിടുക. അലോപ്പതിയെ നിഷേധിക്കുകയല്ല. അലോപ്പതി ആയുർവേദത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രം, ഇൻക്ലൂഡിങ് സർജറി, ഒരു ചെറിയ ഭാഗം മാത്രം. അപ്പൊ അതിന്റെ വലിയ ഭാഗം കിടക്കുന്നത് ഹേതു വിപരീത ചികിത്സയിലാണ്. അതാണ് ആർക്കും മനസ്സിലാക്കുന്നത്. അത് 90% ചികിത്സയും ഹേതു വിപരീതത്തിലാണ്. 10% വ്യാധി വിപരീതം. ഈ 10% വ്യാധി വിപരീതമാണ് അലോപ്പതിയായിട്ട് ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നത്. അത് അലോപ്പതി അതിനകത്തുള്ള മരുന്ന്, ആയുർവേദത്തിൽ വ്യാധി വിപരീതത്തിൽ പറയുന്ന മരുന്നുകളുടെ ഒരു 100-1 മരുന്ന് പോലും ഇന്നും അലോപ്പതിയിൽ ഇല്ല എന്ന് പറഞ്ഞാൽ ആയുർവേദത്തില് 10,000 മരുന്നുകൾ വ്യാധി വിപരീതത്തില് ഉണ്ടെങ്കിൽ അലോപ്പതിയിൽ ഒരു 3,000 ഉള്ളൂ. ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞാണ് 10,000-3,000.
വേറൊന്നും അതിന്റെ എടുക്കല്ലേ, ഉദാഹരണമാണോ? അല്ല 10,000 ഉണ്ടെന്ന് എടുക്കല്ലേ, ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞു. അതാണ് അതിന്റെ അവസ്ഥ. ഹേതു വിപരീതത്തിൽ വേറെ 90% ഹേതു വിപരീതം വേറെ കിടക്കും. അപ്പൊ അത്രയ്ക്ക് എക്സ്റ്റെൻസീവായ ഒരു ബ്രാഞ്ചാണ് ആയുർവേദം. ഇനിയിപ്പോ അടുത്തത് എന്താണ് ജീവൻ? അപ്പൊ വളരെ കുറച്ച് സമയം കൊണ്ട് ഞാനതൊക്കെ പറയാണ്. അധികം ആൾക്കും മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, കാരണം പുതിയൊരു ടോപ്പിക്കാണ്. ഇത് സിലബസിലില്ല, ഇത് ഔട്ട് ഓഫ് സിലബസ് ആണ്. എന്ന് പറഞ്ഞാൽ ബുക്കുകളിൽ ഇങ്ങനെ ഞാൻ പറയുന്നത് പോലെ വ്യക്തമായിട്ട് ഉണ്ടാവില്ല, ഒരു ബുക്കിലും ഉണ്ടാവില്ല. ഈവൻ ഇപ്പൊ ഈ BAMSന്റെ സിലബസിൽ പോലും ഇത് ടച്ച് ചെയ്തിട്ട് പോലും ഇല്ല. അപ്പൊ അത് ജീവനെ നിർവചിക്കുന്നത് ലൈഫ് ഈസ് എ ഫോഴ്സ് എന്നാണ്. ജീവൻ ഒരു ശക്തി പ്രവാഹത്തെയാണ് ജീവൻ എന്ന് വിളിക്കുന്നത്. ഒരു ശക്തി പ്രവാഹത്തെയാണ് ജീവൻ എന്ന് വിളിക്കുന്നത്. അപ്പോ അതുകൊണ്ട് ആ ശക്തി പ്രവാഹത്തെ ആയുർവേദത്തിലെ സിദ്ധയിലും ഒക്കെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. അതിനെയാണ് നാഡി എന്നും വിളിക്കുന്നത്. ഈ നാഡി അല്ലെങ്കിൽ ഈ ശക്തി പ്രവാഹം എന്ന് എപ്പോൾ നിൽക്കുമോ അപ്പോൾ ജീവൻ പോകും. ജീവൻ പോകും. ഇത് മനസ്സല്ല, ജീവനാണ്. ജീവൻ പോകും. ജീവൻ എന്ന് പറഞ്ഞ ശരീരത്തിൽ കൂടെ സഞ്ചരിക്കുന്ന ഒരു ശക്തി പ്രവാഹമാണ്. അത് രക്തക്കുഴലിനകത്തൂടെ ശക്തി പ്രവാഹം പോകുന്നുണ്ട്. അതിനെ തരം തിരിച്ചാണ് ത്രിദോഷങ്ങൾ എന്ന് ആയുർവേദത്തിൽ പറയുന്നു. ഈ ശക്തി പ്രവാഹത്തിലാണ് ത്രിദോഷങ്ങൾ. വാദം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫ്ലോ ഓഫ് ഫോഴ്സ് ആണ്. പിത്തം എന്ന് പറയുന്നതും ഇറ്റ് ഈസ് എ ഫ്ലോ ഓഫ് ഫോഴ്സ് ആണ്. കഫം എന്ന് പറയുന്നതും ഇറ്റ് ഈസ് എ ഫ്ലോ ഓഫ് ഫോഴ്സ് ആണ്. അതല്ലാതെ മൂക്കിന്ന് വരുന്ന കഫം, അയിന്ന് തുപ്പുന്ന കഫമല്ല ആയുർവേദത്തിലെ കഫം. കഫം എന്ന് പറയുന്ന ഒരു ഫോഴ്സാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നാണ് അടുത്ത ചോദ്യം. നമ്മള് ആയുർവേദത്തിലെ വാതപിത്ത കഫങ്ങളെ മെഷർ ചെയ്യാൻ, അളക്കാൻ ഉപയോഗിക്കുന്ന മാർഗം എന്താണ് എന്നുള്ളതാണ്. അത് പൾസ് ഡയഗ്നോസിസ് ആണ്. ഇവിടെ ഈ പൾസ് ഡയഗ്നോസിസ് അലോപ്പതിയുടെ പൾസ് ഡയഗ്നോസിസും ആയുർവേദത്തിന്റെ പൾസ് ഡയഗ്നോസിസും എക്സ്ട്രീംലി ഡിഫറെന്റ് ആണ്. അപ്പൊ നമ്മുടെ ഈ കൈത്തണ്ടയിലെ രക്തക്കുഴലിനടുത്ത് വിരല് കൊണ്ട് ടച്ച് ചെയ്താൽ അലോപ്പതി നോക്കുന്നത് 1 മിനിറ്റിൽ എത്ര പ്രാവശ്യം ബീറ്റ് വരുന്നുണ്ടെന്നാണ്. ആയുർവേദം അത് നോക്കുന്നേയില്ല. 1 മിനിറ്റിൽ എത്ര ബീറ്റ് വന്നെന്നുള്ളത് ഒരു വിഷയമേ അല്ല ആയുർവേദത്തെ സംബന്ധിച്ചോ. അവിടെ നോക്കുന്നത് പൾസ്. നമ്മൾ വിരല് കൊണ്ട് രക്തക്കുഴലിൽ തൊടുമ്പോൾ ചില പ്രത്യേക സ്ഥലങ്ങളിൽ തൊട്ടാലേ അത് അറിയാൻ പറ്റും. നാടി നോക്കുന്ന പ്രത്യേക സ്ഥലങ്ങൾ എല്ലാ രക്തക്കുഴലിലും കൊണ്ട് കൈ വെച്ചാൽ അത് കിട്ടത്തില്ല. അപ്പൊ അതിന് പ്രത്യേക പൊസിഷൻസ്. ആ പൊസിഷനിൽ നമ്മൾ വിരൽ കൊണ്ട് തൊട്ടാൽ ഈ രക്തം പമ്പ് ചെയ്ത് പോകുമ്പോ അതിന്റെ ഒരു പ്രഷർ നമ്മുടെ വിരലയിൽ അനുഭവപ്പെടും. ഈ പ്രഷർ എന്തുമാത്രം ഉണ്ട് എന്ന് വിരൽ തുമ്പ് കൊണ്ട് എക്സ്പീരിയൻസ് കൊണ്ട് അറിയും. വളരെ മൈൽഡ് ആയിട്ടുള്ള പ്രഷറേ ഉള്ളെങ്കിൽ, അതോ മോഡറേറ്റ് ആയിട്ടുണ്ടോ, അതോ ഹൈ പ്രഷറാണോ വിരൽ തുമ്പില് രക്തക്കുഴല് കൊടുക്കുന്നത് എന്നുള്ളതാണ് ഈ വാതപിത്ത കഫങ്ങളെ മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോ ഇവിടെ തന്നെ എന്താണ് മെഷർ ചെയ്യുന്നത് എന്ന ചോദ്യം എവിടെയാണ്? മെഷർ ചെയ്യുന്നത് രക്തം പമ്പ് ചെയ്യുന്ന പവറിനെയാണ്, ഫോഴ്സിനെയാണ് മെഷർ. അപ്പൊ ഇത് ഫോഴ്സിനെ മെഷർ ചെയ്തിട്ട് ഈ ആൾക്ക് രക്തം പമ്പ് ചെയ്യുന്ന ഫോഴ്സ് കുറവാണ് എന്ന് വിരൽ തുമ്പിൽ സെൻസ് ചെയ്താൽ ഇയാൾക്ക് വാദം കുറവാണ് എന്ന് പറയും. അല്ലെങ്കിൽ വാദം നോർമലാണ്, അല്ലെ വാദം കൂടുതലാണ് എന്ന് പറയാം. ഈ ഉദാഹരണമായിട്ട് എടുത്താൽ മതി. ഇങ്ങനെ എക്സാക്ട്ലി അല്ല, കുറച്ചുകൂടെ കാര്യങ്ങൾ അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറയുന്നു. അതുപോലെ രണ്ടാമത്തെ വിരൽ തൊടുന്നിടത്ത് പിത്തമാണ്. പിത്തം അത് തന്നെയാണ് മെഷർ ചെയ്യുന്നത്. ഈ പിത്തത്തിന്റെ നാഡിയിൽ വിരൽ തുമ്പില് ഈ രക്തക്കുഴലിലെ പ്രഷർ എത്രമാത്രം കൊടുക്കുന്നുണ്ട് എന്ന് മെഷർ ചെയ്യുമ്പോൾ അത് വളരെ കുറവാണ് കൊടുക്കുന്നതെങ്കിൽ പിത്തം കുറവാണ്,
മോഡറേറ്റ് ആണെങ്കിൽ ഒരു നോർമൽ പിത്തമാണ്. ഹൈ പ്രഷർ ആണെങ്കിൽ ഹൈ പ്രഷർ കൊടുക്കുന്നുണ്ട്, രക്തം കൂടുതലാണ്. ഇതിന് കൂടുതൽ വിശദാംശങ്ങളുണ്ട്, അത് ഞാൻ പറയുന്നില്ല. ഒരു സാധാരണ ഒരു ബിഗിനർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയുന്നു എന്ന് മാത്രം. വിശദാംശങ്ങൾ ചിലപ്പോൾ ഇതൊക്കെ അറിയാവുന്ന വൈദ്യന്മാർ ചോദിക്കുക അത്ര മാത്രം അല്ലല്ലോ, അങ്ങനെ അല്ലല്ലോ എന്നൊക്കെ അവർക്ക് വേണേൽ പറയാം, ആർഗ്യൂ ചെയ്യാം. പക്ഷെ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് എനിക്ക് അറിയാം. പക്ഷെ നമ്മളൊരു ലേമാൻ സ്റ്റൈലിൽ അത് പറയുന്നു. ഇനി കഫത്തിന്റെ ആണേലും വിരൽത്തുമ്പില് പ്രഷർ എത്രമാത്രം കൊടുക്കുന്നുണ്ട് എന്നാണ് നോക്കുന്നത്. അപ്പൊ ഇവിടെ മൂന്നിലും അളന്നത് മെഷർ ചെയ്തത് പ്രഷറിനെയാണ്. പ്രഷർ എപ്പോഴാണ് വരുന്നത്? ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴാണ് പ്രഷർ ഉണ്ടാകുന്നത്. ഫിസിക്സ് ആണ്. ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴാണ് പ്രഷർ ഉണ്ടാകുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഫോഴ്സ് അപ്ലൈ ചെയ്തതിന്റെ മെഷർമെന്റ് ആണ് പ്രഷറിൽ കൂടെ കിട്ടുന്നത്. പ്രഷർ വിരൽത്തുമ്പിൽ ഉണ്ടാകുന്ന ആ സമ്മർദ്ദത്തെ കിട്ടുന്നത്. അപ്പൊ നമ്മൾ അവിടെ മെഷർ ചെയ്യുന്നത് വാതത്തിനും പിത്തത്തിനും കഫത്തിനെയും അളക്കുന്നത് യഥാർത്ഥത്തിൽ പ്രഷറിനെയാണ്, അല്ലെങ്കിൽ ഫോഴ്സിനെയാണ്. കുറച്ചുകൂടെ എലമെന്റൽ ആയിട്ട് പറഞ്ഞാൽ ഫോഴ്സിനെയാണ്. അപ്പൊ വാദവും പിത്തവും കഫവും ഫോഴ്സസ് ആണ്. ഇതിനി സംശയിക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. വാദവും പിത്തവും കഫവും ഫോഴ്സസ് ആണ്. ഫോഴ്സ് ഫ്ലോ ചെയ്യുമ്പോൾ ആ ഫ്ലോ ഉണ്ടെങ്കിൽ മാത്രമേ ഫോഴ്സിനെ നമുക്ക് കണ്ടെത്താനും ഉപയോഗിക്കാനും പറ്റൂ. അപ്പൊ ഈ ഫോഴ്സ് രക്തക്കുഴലിൽ കൂടെ ശരീരം മുഴുവൻ ഫ്ലോ ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സ് ആണ് രക്തത്തെ ശരീരത്തിൽ എല്ലായിടത്തും എത്തിക്കാൻ സഹായിക്കുന്ന ഒരു ഘടകം മാത്രമാണ്. ആ ഫോഴ്സ് കൊടുക്കുന്നത് ഹാർട്ട് അല്ല. അതാണ് ആയുർവേദം വ്യത്യസ്തമായി പറയുന്നത്. ഹാർട്ട് ഒരു മോഡുലേറ്റർ ആണ്. നമ്മള് ഫിസിക്സിലെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന ഒരു ടോപ്പിക് ഫിസിക്സ് അറിയാവുന്നവർക്ക് അറിയായിരിക്കും. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, AM റേഡിയോ ഫ്രീക്വൻസി അല്ലെ, AM FM ഉണ്ട്. ഫ്രീക്വൻസി മോഡുലേഷനും ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനും ഉണ്ട്. അപ്പൊ AM എന്ന് പറഞ്ഞ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, അതിനകത്തൊരു കാരിയർ വേവ് ഉണ്ട്, ഒരു സിഗ്നൽ വേവ് ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ഹാർട്ട് ഒരു മോഡുലേറ്ററാണ്. അപ്പൊ അതൊരു സിഗ്നൽ വേവിനെ ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു കാരിയർ വേവിനെയാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കാരിയർ വേവിനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരൊറ്റ പ്രഷർ കൊടുക്കുമ്പോൾ ഹാർട്ട് ഒരു പ്രാവശ്യം ബ്രീഷ് ചെയ്യുമ്പോൾ അത് കൊടുക്കുന്നത് ഒരു കാരിയർ വേവിനെയാണ്. ഈ കാരിയർ വേവ് ആ രക്തത്തിലുള്ള സിഗ്നൽ വേവ്സിനെ രക്തത്തിൽ കൂടെ കൂടുതൽ സ്ഥലത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ AM FMന്റെ ഉപയോഗം എന്താണ്? ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷന്റെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ ഈ സൗണ്ടിനെ, ശബ്ദത്തെ നമ്മള് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അത് സാധാരണഗതിയിൽ നമ്മുടെ ശബ്ദ തരംഗങ്ങൾ വളരെ കുറച്ച് ദൂരമേ പോവുള്ളൂ. അതിനെ കൂടുതൽ ദൂരം എത്തിക്കാനായിട്ടാണ് കാരിയർ വേവിനെ കൊണ്ട് ഇതിനെ ആംപ്ലിറ്റ്യൂഡ് ചെയ്യുന്നത്. ഫിസിക്സ് ആണ്. ഇതേ പ്രിൻസിപ്പിൾ ആണ് ഹാർട്ടിനെ ബീറ്റ് ചെയ്യാനും. ഹാർട്ട് ഈസ് എ സിഗ്നൽ കാരിയർ വേവ്. ഹാർട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ബീറ്റ് എന്ന് പറയുന്നത് കാരിയർ വേവ്. അതിനകത്തുള്ള രക്തത്തിലുള്ള ആ പാർട്ടിക്കിൾസിനെ സിഗ്നൽ വേവ്, ഓരോ പാർട്ടിക്കിളിനും ഓരോ വേവ് സ്ട്രക്ചർ നമുക്കൊക്കെ അറിയാം. പദാർത്ഥങ്ങൾക്ക് വേവ് സ്ട്രക്ചറും ഉണ്ട്, പാർട്ടിക്കിൾ സ്ട്രക്ചറും ഉണ്ട്, പാർട്ടിക്കിൾ ഘടനയുണ്ട്. അതൊക്കെ മോഡേൺ ഫിസിക്സ് ആണ്. അതിനകത്ത് വേവ് ഘടനയെ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ടെക്നിക്കാണിത്. ഇതിനകത്ത് രക്തക്കുഴലിനകത്ത് രക്തത്തിന്റെ ഭിത്തികൾക്ക് പ്രത്യേകതയുണ്ട്. ഈ മാഗ്നറ്റിക് എന്നൊക്കെ പറയുന്ന പോലെ ഒരു പ്രത്യേക തരം മെറ്റീരിയലുകൾ ഉണ്ടാക്കുന്നത്. അത് ഈ കരിയർ വേവിനെയും സിഗ്നൽ വേവിനെയും വളച്ചും തിരിച്ചും ഒക്കെ കൊണ്ടുപോകാൻ അതിന് കഴിയും. അതാണ് ഇതിന്റെ പ്രത്യേകത. ഒരു സാധാരണ ട്യൂബ് എടുത്തിട്ടാൽ അത് നടക്കില്ല. ചിലപ്പോൾ കരിയർ വേവ് സിഗ്നൽ വേവ് ഒക്കെ വൈബ്രേഷൻ വരും. ഇവിടെ നമ്മളിപ്പോ മുമ്പേ ചോദിച്ചാൽ പൾസ് ഡയഗ്നോസിസ് നടത്തുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിൽ പലപ്പോഴും നമുക്ക് മഴ പെയ്യോ ഇടിവെട്ടുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് റേഡിയോ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എരപ്പ് കേൾക്കാം. സിഗ്നല്
സിഗ്നല് എരപ്പുകൾ ഇതിന് പറയുന്ന പേരാണ് ഡിസ്റ്റർബൻസ്. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ഫിസിക്സിൽ ഇതിന് പറയുന്ന പേരാണ് ഡിസ്റ്റർബൻസ്. അപ്പൊ ഡിസ്റ്റർബൻസ് വരാൻ കാരണം പുറത്തു നിന്നുള്ള ഒരു ഇടിവെട്ടലോ ഭയങ്കരമായ മഴയോ അവിടെ തന്നെ എവിടെയെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഈ എന്താ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സോ തൊട്ടടുത്തൂടെ പോകുന്ന ഇലക്ട്രിസിറ്റിയോ ഒക്കെ ഇതിന് കാരണമാകും. അപ്പൊ അതൊരു എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസില് സിഗ്നൽ വേവില് ഉണ്ടാകുന്ന പുറത്തു നിന്നുള്ള ഒരു ഇൻഫ്ലുവൻസ് മൂലം ഇതിനെ കാരിയർ വേവിന് കാരിയർ വേവിനെ ഇതിന് പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയാതെ വരികയും സിഗ്നൽ വേവ്സിന് ഉണ്ടാകുന്ന വ്യതിയാനം ഉണ്ടാകുകയും എരപ്പുണ്ടാകുകയും ശബ്ദം ശരിക്കും കേൾക്കാൻ പറ്റാതെ വരികയും ചെയ്യുന്ന അവസ്ഥ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിൽ ഫിസിക്സ് പഠിച്ചിട്ടുള്ള ഏതൊരു +2 സ്റ്റാൻഡേർഡ് കുട്ടിക്കും അറിയാവുന്ന കാര്യമാണ്, പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഇതേ പ്രിൻസിപ്പിളാണ് പൾസ് ഡയഗ്നോസിസിൽ ഉപയോഗിക്കുന്നത്. നമ്മളുടെ രക്തത്തിൽ കൂടെ പോകുന്ന വേവ്സിന് ഡിസ്റ്റർബൻസ് വന്നു അതില് പുറത്തുനിന്നുള്ള ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട് അതിന്റെ വേവ് സ്ട്രക്ചറിലെ ഒരു ആംപ്ലിറ്റ്യൂഡ് കൂടുകയോ കുറയുകയോ ചെയ്താൽ അത് നമ്മൾ വിരലിൽ തൊടുമ്പോൾ വിരലിന്റെ അറ്റത്ത് ഈ ഡിസ്റ്റർബൻസിനെ ഫീൽ ചെയ്യും, കൃത്യമായിട്ട് ഫീൽ ചെയ്യും. അപ്പൊ അത് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ സൂക്ഷ്മതയോടെ രക്തക്കുഴലിൽ തൊട്ടാൽ ഒരു പൊങ്ങി വരുന്നതിന് പകരം ഒരു പൊക്കമല്ലേ നമ്മൾ ഫീൽ ചെയ്യും സ്വാഭാവികം നോക്കുന്നത്. ഒന്ന് പൊങ്ങിയിട്ട് ഒന്ന് താഴെ, ഒന്ന് പൊങ്ങാൻ താഴെ. ഈ പൊങ്ങുന്നതിന്റെ ഇടയ്ക്ക് തന്നെ ആ പൊങ്ങി വരുന്ന സൈൻ വേവിനിടയ്ക്ക് തന്നെ ഈ ഫ്രീക്വൻസി ഈ ഡിസ്റ്റർബൻസ് നമ്മൾ എങ്ങനെയാണോ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിൽ പടം വരയ്ക്കുന്നത് അതേപോലെ തന്നെ ഈ ഡിസ്റ്റർബൻസ് നമ്മുടെ വിരലിൽ ഫീൽ ചെയ്യും. ഈ ഡിസ്റ്റർബൻസ് ആണ് രോഗമുണ്ട് എന്ന് തീരുമാനിക്കുന്നത് ഈ ഡിസ്റ്റർബൻസ് എത്രയുണ്ട് എന്ന് മെഷർ ചെയ്തിട്ടാണ്. എത്ര തവണ, അതായത് നമ്മൾ വിരല് തൊട്ടാൽ വിരലിന്റെ ഇടത്തെ നടുക്കാണ് ശരിക്കും ഇടി വരേണ്ടത്, പൾസിന്റെ ഇടി വരേണ്ടത്. ചിലപ്പോ ഇടത്തെ സൈഡിലാണ് ഇടി വരിക, ചിലപ്പോ വലത്തെ സൈഡിലായിരിക്കും ഇടി വരിക, ചിലപ്പോ രണ്ട് സൈഡിലൂടെ ഒരു നടുക്കിടി വരിക. ഇതൊക്കെ രോഗമാണ്. അപ്പോ ഇവിടെ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷന്റെ അതേ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചാണ് ഒരു വൈദ്യൻ രോഗത്തെ നിർണ്ണയിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആയുർവേദം എന്ന് പറയുന്നത് ഫിസിക്സ്, അതിനകത്ത് ബയോളജി ഇല്ല, കെമിസ്ട്രി ഇല്ല. കെമിസ്ട്രി ഇല്ലാത്തത് കൊണ്ട് മോളിക്യൂൾസിന് യാതൊരു പ്രാധാന്യമില്ല. ആറ്റമിക് സ്ട്രക്ചർ മോളിക്യൂൾസിനകത്ത് എന്താണ് ഉള്ളതെന്നുള്ളത് അവിടെ നോക്കുന്നില്ല. എന്ത് റിസൾട്ടന്റ് ഫോഴ്സ് ആണ് ഈ മോളിക്യൂൾസ് അവിടെ ഉള്ളത് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് എന്നാണ് നോക്കുന്നത്. ഞാൻ ഇതിനെ വേറെ കുറച്ചൊരു ക്ലാരിറ്റി ആയിട്ട് പറയാൻ പറ്റും. നമ്മുടെ ശരീരം കാർബോഹൈഡ്രേറ്റ് കൊണ്ടാണ് നിർമ്മിക്കുന്നത്. അപ്പൊ അതിന്റെ ഫലമായിട്ട് ഒരു റിസൾട്ടന്റ് ഫോഴ്സ് നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കുന്നുണ്ടാകും. ഇതേ റിസൾട്ടന്റ് ഫോഴ്സ് കാർബണിന്റെ വാലൻസി 4ആണ്, സിലിക്കന്റെ വാലൻസി 4ആണ്. സിലിക്കൺ കൊണ്ട് ഇതേ റിസൾട്ടന്റ് ഫോഴ്സ് ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ സിലിക്കോ ഹൈഡ്രേറ്റ് കൊണ്ട് നമ്മുടെ ശരീരം ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ആ സിലിക്കൺ ഈ പ്രോപ്പർട്ടീസ് നിലനിൽക്കുന്ന വേറൊരു ടെമ്പറേച്ചറിലായിരിക്കും. ചിലപ്പോ 100 ഡിഗ്രി സെൽഷ്യസിലായിരിക്കാം സിലിക്കൺ കാർബണിന്റെ, ഉദാഹരണം എടുത്താൽ മതി കേട്ടോ, 100 കാർബണിന്റെ അതേ പ്രോപ്പർട്ടീസ് കാണിക്കുന്നതെന്ന് സങ്കല്പിക്കും. അങ്ങനെയാണെങ്കിൽ 100 ഡിഗ്രി സെൽഷ്യസിൽ ഒരു ജീവൻ ഭൂമി എവിടെ ഒരു ഗ്രഹത്തിൽ ഉണ്ടാവും. നമുക്കിവിടെ 30 ഡിഗ്രി സെൽഷ്യസിലാണ് ജീവൻ ഉള്ളത്. അത് കാർബൺ കോമ്പൗണ്ടിന്റെ ജീവനാണ് 30 ഡിഗ്രി സെൽഷ്യസിൽ നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ 40 ഡിഗ്രി സെൽഷ്യസ്. ചിലപ്പോൾ സിലിക്കൺ കോമ്പൗണ്ടിൽ ഉണ്ടാകുന്ന ജീവൻ 100 ഡിഗ്രിയിൽ ആയിരിക്കാൻ നിലനിൽക്കുന്നു. അതുകൊണ്ട് ഹൈ ടെമ്പറേച്ചർ ഉള്ള ഒരു ഗ്രഹത്തില് സിലിക്കൺ കോമ്പൗണ്ട് കൊണ്ടുള്ള ഒരു ജീവൻ ഉണ്ടാവാൻ മേലായി ആയുർവേദ പ്രകാരം അങ്ങനെ അതുകൊണ്ട് ഭൂമിയുടെ അതേ അന്തരീക്ഷത്തിലെ ജീവൻ നിലനിൽക്കൂ എന്ന് ആയുർവേദം ഒരിക്കലും പറയുന്നില്ല, ഒരിക്കലും പറയില്ല. നമുക്ക് റിസൾട്ടന്റ് ഫോഴ്സ് ആണ്. അപ്പൊ ഇവിടെ മോളിക്യൂൾസിനെ പറ്റി ആയുർവേദത്തിൽ ചർച്ചയേ ഇല്ല. അത് ഹേതു വിപരീത ചികിത്സ വരുമ്പോൾ ആ മോളിക്യൂൾസിനെ അല്ല വ്യാധി വിപരീത ചികിത്സ വരുമ്പോൾ മോളിക്യൂൾസിനെ പറ്റി ചർച്ച ചെയ്യുന്നുണ്ട്.
അത് ഏത് വിപരീത ചികിത്സ വരുമ്പോൾ ഈ മോളിക്യൂൾസിനെ പറ്റി ഒരു ചർച്ചയും വരുന്നില്ല. അവിടെ റിസൾട്ടന്റ് ഫോഴ്സിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. ഞാൻ ഇതിന് വേറൊരു ഉദാഹരണം പറ്റി പറഞ്ഞാൽ, മാഗ്നറ്റിസം എന്നൊരു പ്രോപ്പർട്ടി നമുക്കൊക്കെ അറിയാം. മാഗ്നറ്റിന്റെ പ്രത്യേകത Fe3O4 ഫെറസ് ഓക്സൈഡ് ആണ് മാഗ്നറ്റ്. ഒരു കല്ലെടുത്താൽ, ഫെറസ് ഓക്സൈഡിന്റെ ഒരു ബാർ എടുത്താൽ അതിന് മാഗ്നറ്റിസം ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിന്റെ മാഗ്നറ്റിസം നഷ്ടപ്പെട്ട അവസ്ഥയിൽ അത് ഫെറസ് ഓക്സൈഡ് മാത്രമാണ്. എന്നാൽ ഇതിനെ മാഗ്നറ്റൈസ് ചെയ്യാം. പ്രകൃതിയിൽ തന്നെ ഫെറസ് ഓക്സൈഡ് മാഗ്നറ്റിസം ഉള്ള രീതി കിട്ടുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഫെറസ് ഓക്സൈഡ് പീസിനെ മാഗ്നറ്റൈസ് ചെയ്യാം. അങ്ങനെ മാഗ്നറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മാഗ്നറ്റിക് ഒരു ബാർ മാഗ്നറ്റിനകത്തുനിന്ന് ഒരു മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സസ് അകത്തുനിന്ന് പുറപ്പെട്ട് പുറത്തിറങ്ങി തിരിച്ച് ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ വീണ്ടും അകത്ത് കയറുന്ന ഒരു പ്രതിഭാസമാണ് ഉള്ളത്. അപ്പൊ ഈ ലൈൻസ് ഓഫ് ഫോഴ്സസ്, മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സസ് എന്ന് പറയുന്നത് ഒരു ഭൗതിക വസ്തു അല്ല. ഈ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സസിനെ പോകുന്നതിന് ഒരു പ്രത്യേക പാറ്റേൺ ഉണ്ട്, ഒരു പ്രത്യേക പാത്തുണ്ട്. അകത്തൂടെ ഇങ്ങനെ പോകും, പുറത്തിറങ്ങി വീണ്ടും അകത്തൂടെ കയറി ഇങ്ങനെ പോകുന്ന ഒരു പാത്തുണ്ട്. ഒരു സ്ട്രക്ചറൽ ആയിട്ടാണ് അത് പോകുന്നത്. വെറുതെ വളഞ്ഞും തിരിഞ്ഞും പറഞ്ഞൊന്നല്ല പോകുന്നത്. അപ്പൊ അത് സ്ട്രെയിറ്റ് ലൈനിലാണോ പോകുന്നതെന്ന് ചോദിച്ചാൽ അല്ല, അതിനൊരു പാത്തിലൂടെയാണ് പോകുന്നത്. സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ അല്ല ഒരിക്കലും. അപ്പൊ ഈ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സസ് മാഗ്നറ്റിന്റെ പുറത്തൂടെ അകത്തൂടെയും പോകുന്നുണ്ട്. ഇതേപോലെ തന്നെ ലൈഫ് ലൈൻസ് ഓഫ് ഫോഴ്സസ് എന്ന് പറയും. ലൈഫ് ലൈൻസ് ഓഫ് ഫോഴ്സസ് നമ്മളുടെ ശരീരത്തിന് ഉള്ളിൽ കൂടെയും പുറത്തുകൂടെയും ഒരു പാത്തിക്കൂടെ, സ്പെസിഫിക് പാത്തിക്കൂടെ സഞ്ചരിക്കുന്നു. ഇതിനകത്ത് ഞാൻ ആദ്യം പറഞ്ഞ രക്തക്കുഴലിനകത്തൂടെ പോകുന്ന ഫോഴ്സ് വരുന്നില്ല. ഇപ്പൊ ഈ പറയുന്നത് അത് വേറെ ഫോഴ്സാണ്. വേറെ അല്ല, ഇതുമായിട്ട് ബന്ധമുണ്ട്. എന്നാലും അതിനെപ്പറ്റി അല്ല ഇപ്പൊ ഞാൻ പറയും. നമ്മളുടെ ബോഡിയുടെ ഉള്ളിൽ കൂടെയും പുറത്തുകൂടെയും മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സസ് പോകുന്ന പോലെ തന്നെ ലൈഫ് ലൈൻസ് ഓഫ് ഫോഴ്സസ് പോകുന്നു. ഈ ലൈഫ് ലൈൻസ് ഓഫ് ഫോഴ്സസിനെയാണ് നമ്മൾ ഈ കളരി മർമ്മ ചികിത്സയിൽ അഡ്രസ് ചെയ്യുന്ന നാഡി. ആയുർവേദത്തിൽ അഡ്രസ് ചെയ്യുന്ന നാഡി എന്ന് പറയുന്നത് രക്തക്കുഴലിലെ നാഡി, മർമ്മങ്ങൾ വരിക. ഈ ലൈഫ് ലൈൻസ് ഓഫ് ഫോഴ്സസിലാണ് ഈ മർമ്മങ്ങൾ. അപ്പൊ ലൈഫ് ലൈൻസ് ഓഫ് ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ ലൈഫ് ഈസ് എ ഫോഴ്സ്. ഈ ലൈഫ് ലൈൻസ് ഓഫ് ഫോഴ്സസിനാണ് ജീവൻ എന്ന് വിളിക്കുന്നത്. ലൈഫ് ലൈൻസ് ഓഫ് ഫോഴ്സസിനെയാണ് ജീവൻ എന്ന് വിളിക്കുന്നത്. ആ ലൈഫ് ലൈൻസ് ഓഫ് ഫോഴ്സസ് ചിലത് കുറെ ഭാഗം രക്തക്കുഴലിനുള്ളിൽ കൂടിയാണ് പോകുന്നത്. അപ്പൊ അതിനെ ദോഷങ്ങൾ എന്ന് വിളിക്കും. ജീവൻ എന്ന് വിളിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ നാഡി എന്ന് വിളിക്കുന്നതിന് പകരം ദോഷങ്ങൾ. അപ്പൊ ത്രിദോഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഫോഴ്സസ് ആണ്. 3 ടൈപ്പ് ഓഫ് ഫോഴ്സസ് ആണ്. അത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷന്റെ ശൈലിയിലാണ് സഞ്ചരിക്കുന്നത്. അതിന്റെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ കൊടുക്കുമ്പോൾ അതിൽ ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ആ ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നത് രോഗം. അപ്പൊ അവിടെ നമ്മൾ ചികിത്സിക്കുന്നത് രോഗത്തെ, ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു രോഗത്തെ അല്ല, ഈ ഡിസ്റ്റർബൻസിനെ ഇല്ലാതാക്കാനാണ് നോക്കുന്നത്. ഈ ഡിസ്റ്റർബൻസിനെ ഇല്ലാതാക്കാൻ കുറെ ടാബ്ലറ്റ് ഇട്ട് കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. ഒരു മോളിക്യൂൾ എടുത്തിട്ട് അങ്ങോട്ട് കൊടുത്താൽ ഈ ഡിസ്റ്റർബൻസ് ഇല്ലാതാവില്ല. ആ ഡിസ്റ്റർബൻസ് എവിടെ തുടങ്ങി എന്ന് അറിയണമെങ്കിൽ എവിടെയാണ് ഡിസ്റ്റർബൻസ് വന്നത്? ലൈഫിലാണ് ഡിസ്റ്റർബൻസ്, ലൈഫ് ഫോഴ്സിലാണ് ഡിസ്റ്റർബൻസ്. ലൈഫ് ഫോഴ്സിൽ ഡിസ്റ്റർബൻസ് ക്ലിയർ ചെയ്യണമെങ്കിൽ ലൈഫ് ഫോഴ്സ് ആണ് കൊടുക്കുന്നത്. മോളിക്യൂൾ ലൈഫ് ഫോഴ്സ് ആണ്. ലൈഫ് ഫോഴ്സ് എല്ലാ വസ്തുക്കൾക്കും. ഒരു കല്ലിന് ലൈഫ് ഫോഴ്സ്, വെറും ഒരു കല്ലിനും ലൈഫ് ഫോഴ്സ്. പക്ഷെ ഈ കല്ലിന്റെ ലൈഫ് ഫോഴ്സ് ഈ കല്ലിനുള്ളിൽ കൂടെ മാത്രമേ പോകുന്നുള്ളൂ, പുറത്തിറങ്ങുന്നില്ല. അതാണ്. അതിന് സ്വാമി ഒരു പേര് പറയും, എന്താ പേര് ഓർമ്മയിൽ പോയി, ഈ ശരീരത്തിനുള്ളിൽ കൂടെ പോകുന്ന ഈ ലൈഫ് ഫോഴ്സിനെ പുറത്തെത്തിക്കുന്ന പ്രക്രിയയാണ് ഈ കഷായം ഉണ്ടാക്കുക, അരിഷ്ടം ഉണ്ടാക്കുക,
നീറ്റുമരുന്ന് ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നതിൽ ചെയ്തു, ചൂടാക്കി ഹൈ ടെമ്പറേച്ചറിൽ ചെയ്ത് കിട്ടുന്നു. ഈ ലൈഫ് ലൈൻസ് ഓഫ് ഫോഴ്സസ് അവൾ ഉള്ളിക്കൂടെ ഉള്ളതിനെ പുറത്തെത്തി. എന്നിട്ട് ഈ ലൈഫ് ലൈൻസ് ഓഫ് ഫോഴ്സസ് നമ്മളുടെ ശരീരത്തിലെ ലൈഫ് ഫോഴ്സിലേക്ക് കുറേശ്ശെ സപ്ലൈ ചെയ്യും. ഏത് ലൈഫ് ഫോഴ്സിനാണോ അപാകത വന്നത് ആ ലൈഫ് ഫോഴ്സ് എടുത്ത് ഇതിന് സപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോ ക്രമേണ കുറെ അത് മാസീവായിട്ട് കൊടുത്താൽ എന്ത് സംഭവിക്കും? ശരീരം മൊത്തത്തിൽ തെറിച്ചു. അതുകൊണ്ട് അങ്ങനെ കൊടുക്കരുത്, കുറേശ്ശെ കൊടുത്ത് ഇതിനെ പാകപ്പെടുത്തരുത്. അപ്പൊ ഇതൊരു മോളിക്യൂളിന്റെ പ്രവർത്തനമല്ല. ലൈഫ് ലൈൻസ് ഓഫ് ഫോഴ്സസിനെ എൻഹാൻസ് ചെയ്ത് കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത് മോളിക്യൂളിനെ അല്ല, ലൈഫ് ഫോഴ്സിനെ തന്നെയാണ്. അതുകൊണ്ടാണ് ചില ആളുകൾ അക്യുപ്രഷർ വർക്ക് ചെയ്തെങ്കിലും നമുക്ക് നല്ല ഫെയർ ആയിട്ടുള്ള ലൈഫ് ഫോഴ്സ് ഉള്ള ഒരു വ്യക്തി അയാളുടെ ലൈഫ് ഫോഴ്സ് കൊണ്ട് ഈ വ്യക്തിയുടെ രോഗിയാകുന്ന വ്യക്തിയുടെ ലൈഫ് ഫോഴ്സിൽ ഫോഴ്സ് കൊടുക്കുമ്പോൾ ആ ഫോഴ്സ് ഈ ഫ്ലോ ഓഫ് ഫോഴ്സ് അയാളുടെ ശരീരത്തിലുള്ള ജീവനെ എൻഹാൻസ് ചെയ്യും. അതല്ലെങ്കിൽ കളരി മർമ്മക്കാർ മർമ്മത്തിൽ ആഘാതം കൊടുക്കുന്നു, മർമ്മത്തിൽ പ്രഷർ കൊടുക്കും. എങ്ങനെയാണ് മർമ്മത്തിൽ ആഘാതം വരുന്നത്? മർമ്മത്തില് ഒരു കൊഴുപ്പ് കെട്ടിക്കിടക്കുവോ? ഈ ലൈഫ് ഫോഴ്സ് പോകുന്ന പാത്തില് കൊഴുപ്പ് കെട്ടിക്കിടക്കുവോ? ചതവ് വരുവോ? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അബ്നോർമൽ ആയിട്ടുള്ള കെമിക്കൽസ് അവിടെ അടിഞ്ഞു കൂടുവോ ഒക്കെ ചെയ്താൽ, ഉദാഹരണം പറഞ്ഞാൽ വിഷമുള്ള ഭക്ഷണം പദാർത്ഥങ്ങൾ കൂടുതലായിട്ട് കഴിക്കുമ്പോൾ ഇത് എവിടെയെങ്കിലും ചെന്ന് അടിഞ്ഞുകൂടണ്ടേ? മുഴുവൻ പുറത്തോട്ട് പോകില്ല, കുറേയൊക്കെ മലത്തിൽ കൂടെ പോകും, മൂത്രത്തിൽ കൂടെ പോകും, പിന്നെ പുറത്തോട്ട് പോകാത്ത കിടക്കും. അത് നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ലാത്തതാണ്. ഈ സാധനം കൊണ്ട് നമുക്ക് യാതൊരു ഉപകാരവും ശരീരത്തിനില്ല. അത് എവിടെയെങ്കിലും കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ പുറത്ത് കളയാൻ പറ്റിയില്ലെങ്കിൽ അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന മിക്കവാറും ഈ മർമ്മ പോയിസിലായിരിക്കും. ഈ മർമ്മ പോയിസിലത് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അത് അവിടെ ആ മർമ്മത്തിന്റെ ലൈഫ് ഫോഴ്സ് പോകുന്ന വഴിക്കാണ് ഈ മർമ്മങ്ങളുള്ളത്. ആ ലൈഫ് ഫോഴ്സ് രണ്ട് ലൈഫ് ഫോഴ്സ് ക്രോസ് ചെയ്യുന്ന സ്ഥലമാണ് മർമ്മം എന്ന് പറയുന്നത്. ആ മർമ്മത്തിൽ അത് കെട്ടിക്കിടക്കുമ്പോൾ ഈ ലൈഫ് ഫോഴ്സിന്റെ ഫ്ലോ തടസ്സപ്പെടും. ലൈഫ് ഫോഴ്സ് എപ്പോഴും ഒരു പ്രത്യേക ഒരു കണ്ടീഷനിലാണ് ഫ്ലോ ചെയ്യുന്നത്, ഒരു എൻവയൺമെന്റിലാണ്. ആ ഫ്ലോയ്ക്ക് അവിടെ തടസ്സം വരും. കാരണം ഈ വിഷവസ്തുവിന്റെ ലൈഫ് ഫോഴ്സ്, എല്ലാ വസ്തുക്കൾക്കും ലൈഫ് ഫോഴ്സ് ഉണ്ട്. ഈ വിഷവസ്തുവിന്റെ ലൈഫ് ഫോഴ്സ് ഈ നമ്മുടെ ലൈഫ് ഫോഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. എന്നിട്ട് അതിന്റെ ആംപ്ലിറ്റ്യൂഡിനെ കൂട്ടുകയോ കുറയ്ക്കുകയോ എന്തെങ്കിലും മാൽ ഫങ്ഷൻ ചെയ്യും. ഈ മാൽ ഫങ്ഷൻ ആണ് നമ്മൾ പൾസ് നോക്കുമ്പോൾ നമ്മളുടെ പൾസിൽ അനുഭവപ്പെടുന്ന എരപ്പ് എന്ന് പറയുന്നത് പോലെ, ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നതിൽ നമുക്ക് ശരീരത്തിൽ കിട്ടുന്നത്. അത് എക്സ്റ്റേണൽ ആയിട്ടുള്ള വസ്തുക്കൾ നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ലാതെ, ഒരിക്കലും നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത വസ്തുക്കൾ ശരീരത്തിലേക്ക് കടന്നാൽ അത് പുറത്തേക്ക് കളയാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ അത് എവിടെയെങ്കിലും ഒക്കെ അടിഞ്ഞുകൂടി ഇതിന്റെ ലൈഫ് ഫോഴ്സ് നമ്മളുടെ ശരീരത്തിന്റെ ലൈഫ് ഫോഴ്സുമായിട്ട് മർജ് ചെയ്തിട്ട് ഡിസ്റ്റർബൻസിനെ ക്രിയേറ്റ് ചെയ്യും. ഈ ഡിസ്റ്റർബൻസ് ഓരോ ഓർഗണും, നമ്മളുടെ ശരീരത്തിലുള്ള ഓരോ ഓർഗണും ഒരു വേവ് സ്ട്രക്ചർ, അതിനെയാണ് നമ്മൾ പലപ്പോഴും ലം വം റം ശബ്ദവുമായിട്ട് അതിനെ താരതമ്യം ചെയ്ത് പറയാറ്. അതിന്റെ വൈബ്രേഷനുമായിട്ട് താരതമ്യം ചെയ്ത് പറയാം. നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ എന്റെ കയ്യിലുള്ള ഒരു ഫോണ് പൊട്ടിയ ഒരു ശബ്ദം കേൾക്കും. അപ്പുറത്തിരിക്കുന്ന വേറെ ഒരു മൗസോ അല്ലെങ്കിൽ വേറെ എന്തോ ഒരു ബോക്സിന്റെ ഉണ്ട്. ഈ ബോക്സിന്റെ പൊട്ടിയ വേറെ ശബ്ദമായിരിക്കും. ഇത് രണ്ടിന് രണ്ട് ശബ്ദം, അത് കൊട്ടുമ്പോ ആ ശബ്ദം വരുന്ന രണ്ടിന്. അപ്പൊ ഇതിന്റെ വൈബ്രേഷൻ അല്ല ഇതിനുള്ളത്. നമ്മൾ ഒരേ ഫോഴ്സാണ് കൈകൊണ്ട് കൊടുക്കുന്നതെങ്കിൽ ഇതിന്റെ ശബ്ദമല്ല അതിന് വരുന്നത്. എന്ന് പറയുന്ന പോലെ നമ്മുടെ ശരീരത്തിന് ഓരോ ഭാഗത്തിനും ഓരോ അവയവത്തിനും കൊട്ടുമ്പോൾ കിട്ടുന്ന വൈബ്രേഷൻ എന്ന് വേണം ഉദാഹരണമായിട്ട് പറയും. അല്ലെങ്കിൽ അതിനൊരു വൈബ്രേഷൻ നേച്ചർ, ആ നേച്ചറിൽ വ്യത്യാസം വരും. കെമിക്കൽ അഡീഷൻ ആയിട്ട് കടന്നു ആ വ്യത്യാസം നമ്മളുടെ ലൈഫ് ഫോഴ്സിൽ ഡിസ്റ്റർബൻസ് ആയിട്ട് ഫീൽ ചെയ്യും, കാണിക്കും. അപ്പൊ എന്ത് ഡിസ്റ്റർബൻസ് ആണ് ലൈഫ് ഫോഴ്സിൽ വന്നത് എന്നാൽ ആ കറസ്പോണ്ടിങ് ഓർഗണിന്റെ ഡിസ്റ്റർബൻസ് നമുക്ക് വൈദ്യന് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതൊക്കെ പ്രാക്ടീസ് കൊണ്ട് അറിയുന്നത്. ഈ ഓർഗൺ ആണ് ഡിസ്റ്റർബൻസിന് കാരണം. അപ്പൊ ആ ഓർഗണിൽ ഡിസ്റ്റർബൻസ്
അപ്പൊ അതിന് കാരണം അവിടെ മാൽഫങ്ഷൻ ആണ്. ഒന്നുകിൽ ആ ലൈഫ് ഫോഴ്സ് ആ ഓർഗനിലേക്ക് എത്തുന്നില്ല, എവിടെയോ അതിന് മുമ്പ് എവിടെയോ തടസ്സങ്ങൾ വരിക, ആ തടസ്സങ്ങളെ നീക്കണം. അതിന് മർമ്മ ചികിത്സയ്ക്ക് പറ്റി. നീ അങ്ങനെ തികർത്ത അങ്ങനെ അല്ലാതെ നമുക്ക് മരുന്ന് കൊണ്ട് മാറ്റാം. ഇന്റേണൽ ഉള്ളിലോട്ട് മർമ്മം കൊടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഇന്റേണൽ ആയിട്ട് അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ മെഡിസിൻ കൊടുക്കും. അതാണ് ദോഷകാരികളായ മെഡിസിൻ എന്ന് പറയുന്നത്. അപ്പൊ ആ മെഡിസിൻ കൊടുത്താൽ ആ ഫോഴ്സ്, ആ മെഡിസിന്റെ റിസൾട്ടന്റ് ഫോഴ്സ് നമ്മുടെ ശരീരത്തിന്റെ ജീവനിലെ എൻഹാൻസ് ചെയ്യുകയും അത് നമ്മൾക്ക് ആ ഡിസ്റ്റർബൻസിനെ ഇല്ലാതാക്കാൻ സഹായിക്കുകയും. അപ്പൊ പൾസ് മരുന്ന് കൊടുത്ത് രണ്ടാഴ്ച കഴിയുമ്പോൾ പൾസ് നോക്കുമ്പോൾ ആ ഡിസ്റ്റർബൻസ് മാറി, ഓക്കെ കറക്റ്റായി, ഇത് കഴിച്ചിട്ട് പറയും. വീണ്ടും ഇനിയിപ്പോ ഒരു വൈദ്യര് ഒരു മരുന്ന് കൊടുത്തു, എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടും ആ ഡിസ്റ്റർബൻസ് മാറിയില്ലെങ്കിൽ ആ മരുന്ന് തെറ്റാ, അതല്ലായിരുന്നു കൊടുക്കേണ്ടത്, വേറൊരു മരുന്നായിരുന്നു. അതാ ശരിക്കും ആ ഡിസ്റ്റർബൻസിനെ മെഷർ ചെയ്യാനാ വൈദ്യ, അതാണ് മുറിവൈദ്യ എന്ന് പറയും. കറക്റ്റായിട്ട് അറിയുന്ന ആളാണെങ്കിൽ കറക്റ്റ് ആയിട്ട് ആ മെഷർ ചെയ്തിട്ട് കറക്റ്റായിട്ട് മരുന്ന് കൊടുക്കാൻ പറ്റും. അതാണ് ഒറിജിനൽ വൈദ്യം. അതല്ല നമ്മൾ ട്രയലാൻഡറിന് മരുന്ന് കൊടുക്കുന്ന ആളാണ് വ്യാജ വൈദ്യം. അപ്പൊ അതുകൊണ്ടാണ് അതാണ് നമ്മളിപ്പോ ഒരു മരുന്ന് പഠിച്ചു, ഒരു മരുന്ന് പഠിച്ചു, അതിന് മരുന്ന് പഠിച്ചു, ഇതിന് മരുന്ന് പഠിച്ചു. ഹലോ 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 സമയായോ സ്റ്റോപ്പ് ചെയ്യണ്ടേ? ഹലോ ഹലോ ഇല്ല, സമയമായിട്ടില്ല സാർ. ഞാൻ ലെക്ചറിന്റെ സമയമായെങ്കിൽ ഞാൻ നിർത്താം. കണ്ടിന്യൂ ചെയ്തോളൂ. അതാരാ ഇടയ്ക്ക് കയറി വന്നതാ. അപ്പൊ എനിക്ക് കുഴപ്പമില്ല. ഇതിപ്പോ ഞാൻ പറയാൻ തുടങ്ങുവാണെങ്കിൽ ഒരു 2-3 ദിവസം അടുപ്പിച്ചിരുന്ന് പറഞ്ഞാലും തീരില്ല. സമയം എത്ര സമയമാകുമ്പോൾ പറയാം, പറഞ്ഞാൽ. അപ്പൊ അത് കാരണം ഇത് എന്റെ തലയ്ക്കകത്തുന്നതല്ല, പുസ്തകത്തിൽ നിന്നല്ല. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും തീരില്ല എത്ര പറഞ്ഞു. അപ്പൊ ഞാൻ നിർത്തേണ്ട സമയമായ പറഞ്ഞാല് നിർത്താം. അപ്പൊ ഈ ലൈഫ് ഫോഴ്സിന്റെ അങ്ങനെയാണ് ഈ ആയുർവേദമാണേലും ട്രഡീഷണൽ മെഡിസിൻ ആണേലും ഈ രോഗത്തെ ചികിത്സിക്കുന്നത് ലൈഫ് ഫോഴ്സ്, ജീവനെയാണ് ചികിത്സിക്കുന്നത്, അല്ലാതെ ശരീരത്തെ അല്ല. അതുകൊണ്ടാണ് പണ്ട് മോഹനം വൈദ്യര് പറഞ്ഞത് വൈറസ് ഒന്നും ഇല്ല, ബാക്ടീരിയ ഒന്നും ഇല്ല. ശരിയാണ്. വ്യാധി വിപരീതത്തിൽ വൈറസും ബാക്ടീരിയ ഉണ്ട്. ഏത് വിപരീതത്തിൽ എന്താ ഉള്ളത്? ലൈഫ് ഫോഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ വൈറസിന്റെ ലൈഫ് ഫോഴ്സ് നമ്മുടെ ശരീരത്തിൽ കടന്നാൽ നമ്മുടെ ശരീരവുമായിട്ട് അത് യോജിച്ചിട്ട് നമ്മുടെ ശരീരത്തിന്റെ ലൈഫ് ഫോഴ്സിനെ ഓൾട്ടർ ചെയ്യും. അപ്പൊ ഓൾട്ടർ ചെയ്ത വൈറസ് ശരീരത്തിന്റെ ലൈഫ് ഫോഴ്സിനെ തിരിച്ചു പറ്റാനായിട്ട് ഈ ത്രിദോഷങ്ങളെ ഹരിക്കുന്ന മരുന്നുകൾ കൊടുക്കുമ്പോൾ വൈറസ് തന്നെ വൈറസ് നമ്മൾ നോക്കണ്ട, വൈറസിന്റെ ലൈഫ് ഫോഴ്സ് നമ്മൾ നോക്കിയാൽ മതി. അപ്പൊ അവിടെ വൈറസിനെ അല്ല നോക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിനാണ് ഹേതു വിപരീത ചികിത്സ എന്ന് പറയുമ്പോൾ ഹേതു എന്ന് പറയുന്നത് ഈ ലൈഫ് ഫോഴ്സ് ആണ്. അപ്പൊ ആയുർവേദത്തിന്റെ പ്രധാന ചികിത്സിക്കുന്നത് ജീവനെയാണ്, ശരീരത്തെ അല്ല. ശരീരത്തിൽ നിന്റെ റിസൾട്ടന്റ് ഫോഴ്സിനെയാണ് ജീവൻ എന്ന് പറയുന്നത്. ആ ജീവൻ കാർബോഹൈഡ്രേറ്റ് ആയാലും സിലിക്കോഹൈഡ്രേറ്റ് ആയാലും ഈ റിസൾട്ടന്റ് ഫോഴ്സ് ആണ് ആയുർവേദത്തിന് ഇമ്പോർട്ടന്റ്, അല്ലാതെ ആ മോളിക്യൂൾ അല്ല. ഇത് ഏകദേശം ഇത് ഒരു പുതിയൊരു ഇതുവരെ അങ്ങനെ ആരും ചിന്തിക്കാത്തൊരു ശാസ്ത്രമാണ്. അതുകൊണ്ട് പലർക്കും മനസ്സിലാവാൻ സാധ്യതയില്ല. ഞാൻ ഇത് കംപ്ലീറ്റ് അനലൈസ് ചെയ്ത് ഇത് ആറ്റത്തിന്റെ സ്ട്രക്ചർ തുടങ്ങിയിട്ടാണ് ത്രിദോഷങ്ങളെ കണ്ടുപിടിച്ചത്. ആറ്റത്തിന്റെ സ്ട്രക്ചർ കൃത്യമായിട്ട് മനസ്സിലാക്കിയാലേ ത്രിദോഷം എന്താണെന്ന് മനസ്സിലാവും. സ്ട്രക്ചർ ഓഫ് ആറ്റമാണ് ആയുർവേദം ആദ്യം നിർവഹിച്ചിട്ടുള്ളത്. ആദ്യം ആയുർവേദത്തിലെ കണാദ മഹർഷി നിർവഹിച്ചിട്ടുള്ളത് സ്ട്രക്ചർ ഓഫ് ആറ്റത്തെയാണ്. അത് മനസ്സിലായെങ്കിലേ ത്രിദോഷം എന്താണെന്ന് മനസ്സിലാവും. അത് മനസ്സിലായെങ്കിലേ പഞ്ചഭൂത ത്രിദോഷം മനസ്സിലാവും. അത് മനസ്സിലായെങ്കിലേ ലൈഫ് ഫോഴ്സിനെ മനസ്സിലാവുള്ളൂ. അത് മനസ്സിലായെങ്കിലേ ജീവനെ മനസ്സിലാവുള്ളൂ. ജീവനെ മനസ്സിലായില്ലേ മനസ്സിനെ മനസ്സിലാവുള്ളൂ. അപ്പൊ ഇതിനകത്ത് വളരെ കുറച്ച് മനസ്സിനെ പറ്റി ഞാൻ ഒന്നും പറഞ്ഞില്ല, അതിനുള്ള സമയമില്ല. ഞാൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ് ടോക്ക്. ഇതിനകത്ത് ഇനി സംശയങ്ങളുണ്ടെങ്കിൽ ഏത് സംശയവും ചോദിക്കാം. എങ്ങനത്തെ മരുന്നൊന്നും ചോദിക്കാം, രോഗത്തിന്റെ മരുന്ന് ഏതാണെന്നൊന്നും ചോദിക്കാം, തിയറി സംശയം ചോദിക്കാം. ഓക്കെ, ഞാൻ കൺക്ലൂഡ് ചെയ്യും. ഓക്കെ, നമ്മള് ഡിസ്കഷനാണ്. എനിക്ക് തോന്നുന്നു മില്ലറ്റ് മിഷൻ കേരള കുറെ മില്ലറ്റ് സംരംഭകരോടാണ് നമ്മൾ സംസാരിച്ചിരിക്കുന്നത്.
അവർക്ക് ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടാവുമായിരിക്കും. അപ്പൊ മില്ലറ്റ് എങ്ങനെ ഇതില് വർക്ക് ചെയ്യുന്നു എന്നുള്ളത് അല്ലെ? മില്ലറ്റ് വർക്ക് ചെയ്യുന്നത്, മില്ലറ്റിന്റെ ഏറ്റവും പ്രധാന ക്വാളിറ്റി എന്ന് പറയുന്നത് ഇതിന് വിഷം അടിക്കണ്ട, കീടനാശിനി വേണ്ട, ഇത് തന്നെ ഉണ്ടാവും. അപ്പൊ തന്നെ ശരീരത്തിന് ഏറ്റവും നല്ലതല്ലേ അത്. നമുക്കൊരു ഫോറിൻ ബോഡി ശരീരത്തിലേക്ക് വരില്ല. അതുകൊണ്ട് തന്നെ അപ്പൊ അതുകൊണ്ട് പക്ഷേ സമയത്ത് നെല്ല് കൃഷി ചെയ്യണമെങ്കിൽ നമ്മൾ എത്ര മരുന്നടിക്കണം, എത്ര രാസവളം ഇടണം, അല്ലാതെ ഉണ്ടാക്കുന്നുണ്ട്. അതിന് വില കിട്ടുമോ? എത്ര വില കൊടുത്ത് കൂടി മേടിക്കണം. മില്ലറ്റിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇന്ന് വിഷം അടിക്കണ്ടെന്നുള്ളത്, മരുന്ന് വളയിടണ്ടെന്നുള്ളത്. സാധാരണ മരുന്ന് എത്ര പോലെ വളരും, അത് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. പിന്നെ ഇതിനകത്ത് നമ്മുടെ ശരീരത്തിലെ ബാക്ടീരിയകളെയും വൈറസുകളെയും നിയന്ത്രിക്കുന്നത് മെറ്റൽസ് ആൻഡ് മിനറൽസ് ആണ്. അപ്പൊ അത് അരിക്കകത്തുള്ളതിനേക്കാൾ കൂടുതൽ മെറ്റൽസ് ആൻഡ് മിനറൽസ് ഉള്ളത് മില്ലറ്റിനകത്താണ്. കാർബോഹൈഡ്രേറ്റ് എല്ലാത്തിലും ഉണ്ട്, മില്ലറ്റിലും ഉണ്ട്, അരിയിലും ഉണ്ട്. പക്ഷെ മെറ്റൽസ് ആൻഡ് മിനറൽസ് ഏറ്റവും കൂടുതൽ കിട്ടണമെങ്കിൽ മില്ലറ്റ് ആണ് ഏറ്റവും വില കുറഞ്ഞ ചീപ്പായ സോഴ്സ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം പ്രയോജനപ്പെടും. ഈ മെറ്റൽസ് ആൻഡ് മിനറൽസിന്റെ അഭാവമുള്ളവർക്കാണ് ഇൻഫെക്ഷൻ ഡിസീസ് വരിക എന്ന് പറഞ്ഞാൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, വൈറസ് ഇൻഫെക്ഷനും വരുന്നത്. കാരണം ഈ ബാക്ടീരിയക്കും വൈറസിനും എതിരെ പ്രവർത്തിക്കാനുള്ള ആന്റിബോഡീസ് നിർമ്മിക്കുന്നു. അത് പറയുന്ന വ്യാധി വിപരീതമാണ് കേട്ടോ, ഹേതു വിപരീതമല്ല. നിർമ്മിക്കപ്പെടുന്നത് ഏറ്റവും ആ കാർബോഹൈഡ്രേറ്റിന്റെ അറ്റത്ത് ഒരു ക്ലോറിനോ അല്ല ഒരു സിൽവറോ ഒരു കോപ്പറോ ഉണ്ടെങ്കിലേ പറ്റൂ. ആ സിൽവറും കോപ്പറും അയാളെ അറ്റത്ത് വെക്കാനില്ലെങ്കിൽ ഇത് ആന്റിബോഡി ആവില്ല. അപ്പൊ അതുകൊണ്ട് ഇത് ആവശ്യത്തിന് ഇല്ലെങ്കിൽ ഇൻസഫിഷ്യന്റ് ആന്റിബോഡി, ഡിഫക്റ്റീവ് ആന്റിബോഡി ഉണ്ടാവും. ഈ ഡിഫക്റ്റീവ് ആന്റിബോഡി ഉണ്ടായി കഴിഞ്ഞാൽ വൈറസിനും ബാക്ടീരിയക്കും ഈ ഡിഫക്റ്റീവ് ആന്റിബോഡിയെ ഓവർടേക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. ആ വൈറസും ആന്റിബോഡി അതിന്റെ ജനിതക മാറ്റം വന്ന് ഇതിനേക്കാൾ മാരകമായ ഒരു വൈറസ് ആയിട്ട് അത് മാറും. അപ്പൊ അതുകൊണ്ട് വാക്സിൻ എടുക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഈ കുട്ടിക്ക് അല്ലെങ്കിൽ മുതിർന്ന ആൾക്ക് വൈറ്റമിൻ മിനറൽ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത് ഇല്ലാതാക്കി അത് അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രമേ വാക്സിൻ എടുക്കാവൂ. ഇന്ത്യയിൽ മാത്രമാണ് ഇതൊന്നും കൊടുക്കാതെ വാക്സിൻ എടുക്കുക. വെസ്റ്റേൺ കൺട്രീസിൽ പോയാൽ വൈറ്റമിൻ മിനറൽസും ആദ്യം സപ്ലൈ ചെയ്യും, അതിനുശേഷമേ വാക്സിൻ എടുക്കൂ. അപ്പൊ ആ ഒരു ഘട്ടത്തിൽ മില്ലറ്റിന്റെ പ്രാധാന്യം എന്താന്ന് ചോദിച്ചാൽ ആവശ്യത്തിന് മെറ്റൽസ് ആൻഡ് മിനറൽസ് കിട്ടും. ഇത് രണ്ടാമത് തൈറോയിഡ് ഉണ്ടാവും. തൈറോയിഡ് ഉണ്ടാവാൻ കാരണം ഇതൊന്നും അല്ല, ഭക്ഷണത്തിൽ നല്ല തൈറോയിഡ് ഉണ്ടാകുന്നു. തൈറോയിഡ് വരുന്നത് ഏറ്റവും തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ പ്രശ്നമാണ്. തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ തൈറോയിഡ് അല്ല പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് ആവശ്യത്തിന് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാതെ വന്നാൽ തൈറോയിഡിന്റെ ഫംഗ്ഷൻ പോകും. ആരാ പ്രതി? പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ് അല്ലേ? ആ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് ചികിത്സിക്കാൻ തൈറോയിഡിനെ ചികിത്സിക്കും. ഇപ്പൊ അവരാകെ നമുക്ക് തരുന്ന മരുന്നെന്ന് പറഞ്ഞാൽ തൈറോയിഡിന്റെ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ കുറവാണെങ്കിൽ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഗുളികയിലൂടെ ടാബ്ലറ്റിലൂടെ തരും. യഥാർത്ഥത്തിൽ ചെയ്യേണ്ട അതാണോ? പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ ഫംഗ്ഷനെ ശരിയാക്കണം. ആവശ്യത്തിന് തൈറോയിഡ് ഗ്ലാൻഡ് TSH പ്രൊഡ്യൂസ് ചെയ്യേണ്ട പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് കഴിവില്ലാതെ, ഈ കഴിവ് എങ്ങനെയാണ് വരുന്നത്? കഴിവില്ലാതെ പോകുന്നത്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യുന്നത് മനസ്സുമായിട്ടാണ്, പിനെയിൽ ഗ്ലാൻഡുമായിട്ടാണ്. പിനെയിൽ ഗ്ലാൻഡ് മനസ്സുമായിട്ടാണ്. അത് മാനസിക രോഗമാണ് തൈറോയിഡ്. ആയുർവേദം അങ്ങനെയാണ് അതിനെ കാണുന്നത്. എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ ചിന്തകളിലുള്ള വൈകല്യം കൊണ്ടുണ്ടാകുന്നതാണ് തൈറോയിഡിന്റെ സ്റ്റാർട്ടിങ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അയഡിൻ ഡെഫിഷ്യൻസി ഉണ്ടാവുള്ളൂ. കാരണം അയഡിനെ എടുക്കാൻ പറ്റാതെ വരും. ഇല്ലാഞ്ഞിട്ടല്ല, എടുക്കാൻ പറ്റുന്നില്ല. ശരീരത്തിൽ അയഡിനെ എടുക്കാൻ പറ്റുന്നില്ല, ശരീരത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് അയഡിൻ ഡെഫിഷ്യൻസി ഉണ്ടാകുന്നത്. അയഡിൻ വളരെ കുറച്ചുള്ളത് മതി. ഒരുപാട് അയഡിൻ കഴിച്ചാൽ അയഡിൻ ഓവർ ആയതിന്റെ രോഗം. ഇപ്പൊ എല്ലാവർക്കും അതാണ്, അയഡിൻ ഓവർ ആയതിന്റെ രോഗമാണ്. പക്ഷേ ഈ കുറച്ചുള്ള അയഡിൻ എടുക്കാൻ പറ്റുന്നില്ല ശരീരത്തിന്. അപ്പൊ അതുകൊണ്ട് ആയുർവേദം അൾട്ടിമേറ്റ് ആയിട്ട് തിയറി എല്ലാം പറഞ്ഞു അവസാനമായിട്ട് പറയും, നിങ്ങളുടെ രോഗം നിങ്ങളുടെ മനസ്സിന്റെ സങ്കല്പമാണ്. നിങ്ങളുടെ മനസ്സറിയാതെ നിങ്ങൾക്കൊരു രോഗവും വരില്ല. അൾട്ടിമേറ്റ് ആയിട്ട് പോകുന്ന കാര്യത്തിൽ ഒരുപാട് തിയറി അറിയണം,
അതുകൊണ്ട് ഞാനത് ഇപ്പൊ പറയുന്നില്ല. ഞാനത് ഇപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഒരു 3-4 ദിവസം തിയറി പറഞ്ഞാലേ അത് എന്തുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ സമ്മതിക്കും, ഓ അത് ശരിയാ, മനസ്സറിയാതെ ഒരു രോഗം. അത് പറയണമെങ്കിൽ 3 ദിവസത്തെ ക്ലാസ് താങ്കള് പറയുന്നത് എല്ലാം ശ്രദ്ധാപൂർവം കേൾക്കുന്നുണ്ട്. പക്ഷേ ആർക്കെങ്കിലും ഇതിനോട്, താങ്കളുടെ സംസാരത്തോട്, യാഥാർത്ഥ്യത്തോട് പ്രതികരിക്കാൻ അവസരം കൊടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് ആണ് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത്. ഞാൻ അഗസ്റ്റിൻ വൈദ്യർ, കടനാട്. അതിന് സമയമുണ്ട്, പ്രതികരിച്ചോളൂ. ഞാൻ മില്ലറ്റ് ഇടയ്ക്ക് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു. മില്ലറ്റാണ് തൈറോയ്ഡ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ ഒരു ധാരണ നമുക്ക് വന്നു, അതുകൊണ്ട് അതല്ലാന്ന് പറഞ്ഞു. പറഞ്ഞോട്ടെ. പറയുന്നുണ്ടോ? പറയുന്നുണ്ട്, പറഞ്ഞോട്ടെ. അപ്പൊ താങ്കൾ പറഞ്ഞു 3 ഫോഴ്സസ്, വാദവും പിത്തവും കഫവും നാടി നോക്കിയാൽ മനസ്സിലാക്കാം എന്ന് പറഞ്ഞു. ഞാൻ അതിനെ വളരെ സ്നേഹത്തോടെ അഡ്മിറ്റ് ചെയ്യുന്നു. പക്ഷേ ആയുർവേദ ശാസ്ത്രത്തിൽ സ്നേഹിത അതല്ല പരിശോധന. ആദൗ സമസ്തരോഗേഷു അഷ്ടസ്ഥാനം പരീക്ഷയേൽ നാഡീസ്പർശന രൂപഞ്ച ശബ്ദനേത്ര പുരീഷകാൻ മൂത്രവർണ്ണഞ്ച ജിഹ്വാദ്യേ പശ്യോത് വിഷഗുര. ഇങ്ങനെയാണ് രോഗിയെ പരിശോധിക്കേണ്ടത്. അല്ലാതെ നിങ്ങൾ പറഞ്ഞ പോലെ 3 നാഡി മാത്രമല്ല നോക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ കൈപൊക്കി കാണിച്ചു പലതവണ. നിങ്ങളൊന്ന് കൺക്ലൂഡ് ചെയ്യൂ. നിങ്ങൾ ഈ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഞാനൊരു പാരമ്പര്യ വൈദ്യനാണ്. ഒരു കാരണവശാലും നാഡി മാത്രമല്ല രോഗത്തിന്റെ നിദാനമായിട്ട് കണക്കുകൂട്ടുന്ന അഷ്ടസ്ഥാന പരീക്ഷ. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ താങ്കൾ പല കാര്യത്തെ പറ്റിയും വിശദീകരിക്കുന്നത് കേട്ടു. ആ വിശദീകരിച്ച പല കാര്യങ്ങളും ഞാനിവിടെ ഒന്ന് നോട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ ചിലതെല്ലാം വിട്ടുപോയി. പക്ഷെ അതൊന്നും അല്ല ശരി. ശരി വേറൊന്നുണ്ട്. അത് എപ്പോഴെങ്കിലും മുഖാമുഖമോ അല്ലെങ്കിൽ നിങ്ങൾ സഭയിലോ, ഈ ഇപ്പൊ കൂടിയിരിക്കുന്ന സഭ കൂടിയാലും ആ ആർഗ്യുമെന്റ് പറഞ്ഞാൽ അതിനെ ഖണ്ഡിക്കാൻ ഞാൻ തയ്യാറാണ്. ആയുർവേദത്തിന്റെ മൂലതത്വങ്ങൾ എന്ന് പറയുന്നത് നാഡി ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. പിന്നെ മനസ്സിനെ പറ്റി അദ്ദേഹം വളരെയധികം സൂചിപ്പിച്ചു. ഭാഗികമായിട്ട് ശരിയാണ്. പക്ഷേ മനസ്സച്ച ബലാൽ ദന്തം പ്രവന്തി എന്നാ പറഞ്ഞത്. മനസ്സിന്റെ ബലവും അബലാൽ, ബലക്കുറവും കൊണ്ടും രോഗം പടിപടിയായിട്ട് കൂടുകയും കുറയുകയും ചെയ്യും. എങ്ങനെയാണ് മനസ്സിനെ ചികിത്സിക്കുന്നത്? അതിന് ആർക്കെങ്കിലും മറുപടി ഉണ്ടോ? ഈ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട തോമസ് സാറിനോട് ഞാൻ ചോദിക്കാം, മനസ്സിനെ എങ്ങനെയാ ചികിത്സിക്കുന്നത്? മനസ്സിനെ ചികിത്സിക്കുന്നതിനെ പറ്റി മനസ്സെന്താണെന്നൊന്ന് നിർവചിച്ചാൽ മാത്രമേ മനസ്സിനെ ചികിത്സിക്കാൻ പറ്റുള്ളൂ. അതാണ് ഞാനും പറയുന്നതിന്റെ കാര്യം. നിങ്ങൾ മനസ്സ് എന്ന് പറഞ്ഞങ്ങ് പോകുന്നു. മനസ്സെന്താണെന്നൊന്ന് നിർവചിക്കാവോ? എന്റെ ചോദ്യം അതാ. ഞാൻ ചോദിക്കാനിരിക്കുന്ന കാര്യ എന്താണ് മനസ്സ്? വൈദ്യരെ, നമ്മള് ഈ ബേസിക് കാര്യങ്ങളിലെ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവാം. ട്രഡീഷണൽ വൈദ്യന്മാരും ഞാൻ മറുപടി പറഞ്ഞോളാം. എന്നോടാണ് പറഞ്ഞത്, ഞാൻ മറുപടി പറഞ്ഞോളാം. ഞാൻ ബഹുമാനപ്പെട്ട തോമസ് സാറിനോട് തന്നെയാണ്. ഞാനൊന്ന് മറുപടി പറയട്ടെ. പറഞ്ഞോളൂ. ഞാനൊരു വലിയ ടോപ്പിക്കിന്റെ ഒരു ചെറിയ അറ്റം മാത്രം ഫിസിക്സ് ഉപയോഗിച്ചൂടെ പറഞ്ഞാണ്. നിങ്ങൾ പറയുന്ന പോലെ അഷ്ടസ്ഥാന പരീക്ഷയൊക്കെ ആയുർവേദത്തിലുണ്ട്. ഇതെല്ലാം കൂടെ എനിക്ക് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആകെ കൂടെ കിട്ടിയത് എനിക്ക് 20 മിനിറ്റാണ്. അതിനിടയ്ക്ക് നിങ്ങൾ ചാടി കയറി അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കൂടുതൽ എനിക്ക് സമയം വേണമെന്ന് പറഞ്ഞു. ഇതൊന്നും ഇതിനെ ഞാൻ നിഷേധിക്കുന്നില്ല. ഇതിവിടെ വൈദ്യന്മാരെ ഉദ്ദേശിച്ചല്ല ഈ ക്ലാസ് എടുത്തത്. ഇതൊന്നും അറിയത്തില്ലാത്തവർക്ക് വേണ്ടി എടുത്തതാണ്. അപ്പൊ അതിനകത്ത് കയറി ഈ പാണ്ഡിത്യം വിളമ്പാൻ എനിക്ക് ഇതിനേക്കാൾ നന്നായിട്ട് ഫിസിക്സ് പറയാൻ അറിയാം. ഞാൻ ഹൈസൻബർഗ്സിനെ പറയാം, അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറയാം, വേറെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഫിസിക്സ് മാത്രം ഉച്ചരിച്ച് എനിക്ക് പറയാൻ പറ്റും. പക്ഷെ അത് ഞാൻ പറഞ്ഞ ഇവിടെയുള്ളവർക്ക് മനസ്സിലാവും. ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഫിസിക്സ് മാത്രമേ ഉള്ളൂ. ആയുർവേദത്തിൽ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. ഫിസിക്സ് മാത്രം ഉപയോഗിച്ചാൽ ഇത് പേപ്പറുകളെല്ലാം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് ജേർണലുകാർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അലോപ്പതി ഡോക്ടർമാരാണ്, സയന്റിസ്റ്റുകളാണ്, നോബൽ ലോറിയേറ്റ്സ് ആണ് ഇതിന്റെ എഡിറ്റോറിയൽ പേരുള്ളത്. അവർ അക്സെപ്റ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സാധാരണക്കാർക്ക് വേണ്ടിയാണ് മനസ്സിലായില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്റെ ആർഗ്യുമെന്റുകളൊക്കെ പിൻവലിക്കുന്നു. സാറുമായിട്ട് എപ്പോ വേണേലും മുഖാമുഖം സംസാരിക്കുന്നതിന് പ്രോഗ്രാം സ്നേഹത്തോടെ കണ്ടക്ട് ചെയ്യൂ.
തീർത്ത ഞാനിന്ന് പറഞ്ഞു തരും. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞതൊക്കെ ആയുർവേദത്തിലുണ്ട്. പക്ഷെ ആയുർവേദം അല്ലാതെ തന്നെ ഒരുപാട് ചികിത്സാ രീതികൾ ഇവിടെ ഉണ്ട്. കളരി മർമ്മ ചികിത്സയുണ്ട്. ആയുർവേദത്തിന് വളരെയധികം വ്യത്യാസമുണ്ട്. ആയുർവേദത്തിനും അത് എന്റെ കൂടെ ആഡ് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട്. ഓവർലാപ്പ് ചെയ്ത് കുറെ ഏരിയ ഉണ്ട്. കളരി മർമ്മ ചികിത്സ എന്ന് പറയുന്നത് 12-14 വർഷം ഒരു ഗുരുവിന്റെ കൂടെ നിന്ന് പരിശോധിച്ചാൽ മാത്രമേ അത് പഠിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ 6 മാസത്തെ ഒരു കോഴ്സ് കൊണ്ട് പഠിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ 5 വർഷത്തെ ഒരു കോഴ്സ് കൊണ്ട് പഠിക്കാൻ പറ്റില്ല. അതിന് എക്സ്റ്റെൻസീവായിട്ട് കൂടെ പോയി നിന്ന് കണ്ട് പഠിച്ചിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. ഞാൻ ആയുർവേദം മാത്രമല്ല പറയുന്നത്, ആയുർവേദം ത്രിദോഷം മാത്രമേ ഞാൻ പറയും. അതല്ലാതെ നാഡി എന്ന് പറയുന്നത് ആയുർവേദത്തിലെ നാഡി മാത്രമല്ല. കളരി മർമ്മത്തിൽ നാടിയുണ്ട്, മർമ്മ ചികിത്സയിൽ നാടിയുണ്ട്. ഇതെല്ലാമാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. ആയുർവേദം ഞാനൊരു ആകെ പറഞ്ഞതിന്റെ 10% ആയുർവേദം മാത്രമേ ആയുർവേദമായിട്ട് പറഞ്ഞുള്ളൂ. ബാക്കി മുഴുവനും കളരി മർമ്മ ചികിത്സയും സിദ്ധ വർമ്മ ചികിത്സയും ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇത് കൂടാതെ ഇപ്പൊ ഞാൻ പറഞ്ഞ ഇവിടെയുള്ള ആർക്കും അത് മനസ്സിലാവുമെന്ന് എനിക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ട് നമുക്കിപ്പോ എന്താണെന്ന് ചോദിച്ചാൽ ഇതൊക്കെ അഗസ്റ്റിൻ ഇതിനോട് പറയാനുള്ള പോയിന്റ്സ് എല്ലാം മോഡേൺ ഫിസിക്സ് വെച്ചിട്ട് ഞാൻ പറയാം. അപ്പൊ വൈദ്യർക്ക് ഉത്തരം കിട്ടും, കാരണം ഫിസിക്സ് അറിഞ്ഞു കൊടുക്കും. അങ്ങനെ വേണമെങ്കിൽ എനിക്ക് പറയാം. അതൊന്നും ഞാൻ ഇവിടെ എടുക്കുന്നില്ല. അവന് ബാക്കിയുള്ളവർക്ക് ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ ചോദിക്കാൻ, ക്രിട്ടിസൈസ് ചെയ്യാൻ എനിക്ക് കുഴപ്പമില്ല. ഞാൻ ഇപ്പൊ കൃത്യമായിട്ട് മറുപടി പറഞ്ഞു. ആ മറുപടി ഇനിയും എത്ര വേണേലും പറയാം, എന്ത് ചോദ്യവും ചോദിക്കാം, അതിനൊരു സംശയം വേണ്ട. ക്രിട്ടിസൈസ് ചെയ്താലേ എനിക്കും പഠിക്കാൻ പറ്റുള്ളൂ. ഞാൻ പാണ്ഡിത്യം വിവരിക്കാൻ പോയാലേ ഫിസിക്സ് മൊത്തം പറയും, ഇവിടെ ആർക്കും ഒന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് അത് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നില്ല. സാറ് തിയറട്ടിക്കലായ കാര്യമല്ല, പ്രാക്ടിക്കലായി ചോദിക്കുകയാണ്. ഈ ആയുർവേദത്തില് ഈ മില്ലറ്റ്സിന്റെ ഈ ബയോതെർമൽ നേച്ചറും എനർജറ്റിക്സും ഒക്കെ പറയുന്നുണ്ടോ? അപ്പോ ഏത് ശീതവീര്യം ഉഷ്ണവീര്യം അങ്ങനെയൊക്കെയുള്ള പാകം വിഭാഗം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടോ? ആയുർവേദത്തിലല്ല അത് പറയുന്നത്. അതിനുവേണ്ടി ഈ ലോകത്തുള്ള എല്ലാത്തരം പ്ലാന്റുകളെ പറ്റിയും അതിന്റെ വീര്യം വിഭാഗം ഇതെല്ലാം പറയുന്ന ബുക്കുണ്ട്. ആ ബുക്കിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല. ഒരുപക്ഷെ അഗസ്റ്റിൻ വൈദ്യർ ഓർമ്മയുണ്ടെങ്കിൽ പറഞ്ഞാൽ നല്ലതായിരിക്കും. ആ ബുക്ക് ഒന്നാമന്റെ ഓർമ്മയില്ല. ഭാവപ്രകാശവും അത് ആയുർവേദത്തില് അതെടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അതെന്ന് പറയുന്നത് നമ്മളിപ്പോ മൈക്രോബയോളജിയിൽ ഒരു ഇതുപോലെ തന്നെ പേര് പറയും. അതില് പറയുന്നത് അതിന്റെ വീര്യം വിഭാഗം എന്നൊക്കെ പറഞ്ഞാണ് പറയുന്നത്. അതൊക്കെ വൈദ്യന്മാർക്കാണ് അങ്ങനെ പറയാൻ കൃത്യമായിട്ട് അറിയില്ല. ഞാനിത് തിയറിയാണ് എടുക്കുന്നത്. അതിനകത്ത് ഈ ലോകത്തുള്ള എല്ലാ സസ്യങ്ങളെ പറ്റിയും പറയും. അപ്പൊ അതിനകത്ത് നോക്കിയാൽ ഓരോ മില്ലറ്റിനെയും ഇത് വാദപ്രധാനമാണോ, അല്ലെങ്കിൽ ഇതിൽ ഏത് പഞ്ചഭൂതങ്ങളിൽ ഏത് ഘടനയാണ്, ഇത് ഉഷ്ണവീര്യമാണോ ശീതവീര്യമാണോ, ഇതെല്ലാം പറയുന്നുണ്ട്. ഉഷ്ണവീര്യം എന്ന് പറഞ്ഞാല് നമ്മുടെ ശരീരത്തിൽ ചൂട് കൂടുതലുള്ള ആള് എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ തൊട്ടാൽ ചൂട് തോന്നും, പക്ഷെ തെർമോമീറ്റർ വെച്ച് നോക്കിയാൽ ടെമ്പറേച്ചർ ഉണ്ടാവും. അതാണ് അല്ലെ നമ്മൾ ഇരുന്നേ ചെണിക്കുമ്പോ അവിടെ കസേരയില് തൊട്ട് കഴിഞ്ഞാൽ ചൂട് തോന്നും. അദൃശ്യ തെർമോമീറ്റർ വെച്ച് നോക്കിയാൽ ചൂടൊന്നും ഉണ്ടാവില്ല. ഇതാണ് ഒരു അറിയാനുള്ള ഒരു മാർഗ്ഗമാണ്. ഇത് വേറെ മാർഗ്ഗങ്ങളുണ്ട്, ഇല്ല എന്നല്ല പറയും, എല്ലാം പറയാൻ നമുക്ക് നേരെയില്ല. അപ്പൊ അതുകൊണ്ട് സിമ്പിളായിട്ട് സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. ഇതൊക്കെയല്ലേ സാധാരണക്കാരന് ചെയ്യാൻ പറ്റുള്ളൂ. ഇരുന്നേ ചെടികൾ തൊട്ട് നോക്കുക. ഇതൊക്കെയാണ് ഈ ഉഷ്ണവീര്യമുള്ള മില്ലറ്റ് കഴിച്ചാൽ അത് ആ ഉഷ്ണത്തെ കൂട്ടുകയും ശരീരത്തിൽ രോഗാവസ്ഥയിലേക്ക് പോവുകയും ചെയ്യും. അതുകൊണ്ട് ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഓരോരുത്തരും ശരീരപ്രകൃതി അനുസരിച്ച് കഴിക്കേണ്ട മില്ലറ്റുകൾ വ്യത്യസ്തതയുണ്ട്. അത് നന്നായിട്ട് പഠിച്ചിട്ട് എല്ലാവർക്കും അത് എല്ലാ മില്ലറ്റും കഴിക്കാമെന്നുള്ളതല്ല. ഓരോരുത്തർക്ക് ശരീരത്തിൽ അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ ആ അബ്നോർമാലിറ്റി കൂട്ടുന്ന മില്ലറ്റ് മാത്രമല്ല ഒരു ഭക്ഷണവും കഴിക്കരുത്. കഴിപ്പ് കുറയ്ക്കണം, കഴിക്കരുതെന്നല്ല, കുറച്ചേ കഴിക്കാവുള്ളൂ. അത് മാറ്റുന്ന അതിനെ വിപരീതമാക്കുന്ന ഭക്ഷണ സാധനങ്ങൾ കൂടുതൽ കഴിക്കും. ഇതൊക്കെ ആയുർവേദത്തിന്റെ ഭാഗമാണ്. നമ്മൾ ഓരോന്നും പറയാൻ പോയാല് ആകൂടെയുള്ള 20 മിനിറ്റിനോടൊക്കെ ഒന്നും നടക്കില്ല. ഓക്കെ, അടുത്ത ആൾക്കാരൊക്കെ ചോദ്യം ഉണ്ടോ? ഇനി ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? ഹലോ സാർ, നമസ്കാരം. നമസ്കാരം, പറയൂ. ഞാൻ മില്ലറ്റുകളെ പറ്റി ഇങ്ങനെ പറഞ്ഞല്ലോ സാർ. അപ്പം ഏതെല്ലാം അസുഖത്തിന് ഏതെല്ലാം മില്ലറ്റ് കഴിക്കാം?
അയ്യോ അത് ഇതൊക്കെ നമ്മള് ഞാൻ തിയറിയാണ് എനിക്ക് കൂടുതൽ. അത് പ്രായോഗികമായിട്ട് അറിയണമെങ്കിൽ ഉഷ്ണവീര്യോ ശീതവീര്യോ എടുത്ത് പഠിച്ചിട്ട് അത് നല്ലൊരു വൈദ്യന്റെ അടുത്ത് ചെന്നാല് കണ്ണൂർ ഭാഗത്തൊക്കെ ഇതൊക്കെ നന്നായിട്ട് അറിയുന്ന വൈദ്യന്മാരുണ്ട്. ഓരോന്നിന്റെ ശീതവീര്യോ ഉഷ്ണവീര്യോ അല്ലെ ബുക്കുകളുണ്ട്. വൈദ്യന്റെ അടുത്ത് പോകണമെന്നില്ല, സ്റ്റാൻഡേർഡ് ബുക്കുകളുണ്ട്. അതെടുത്തിട്ട് ഇതിനകത്ത് ഏതാണ് ശീതവീര്യം, ആ ആൾക്ക് എന്താണ് വീര്യമുള്ളത്, ഉഷ്ണമാണോ ശീതമാണോ ഏതാണോ ഉള്ളതെന്ന് നോക്കിയിട്ട് ഓരോരുത്തർക്കും ഓരോന്നാണ് കഴിക്കാൻ പറ്റുക. രോഗമൊന്നും ഇല്ലാത്തവർക്ക് എല്ലാം കഴിക്കാം. അതായത് പഞ്ചഭൂതങ്ങൾ ബാലൻസ് ആണെങ്കിൽ ഏത് സാധനവും കഴിക്കാം. പക്ഷെ മോഡറേറ്റ് ആയിരിക്കണം, എല്ലാം ഒരെണ്ണം കൂടുതലായിട്ട് കഴിക്കരുത്. അപ്പൊ അത് നമുക്കൊരു പഠനം നടത്തിയിട്ട് വേണമെങ്കിൽ അത് ചെയ്യാവുന്നതാണ്. ഒറ്റയടിക്ക് അത് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ പ്രധാനമായിട്ടും തിയറിയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനായിട്ട് അത്ര അറിവില്ല. അത് നിസ്സാരമായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷെ അതിനേക്കാൾ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് തിയറിയാണ് ലോകത്താർക്കും അറിഞ്ഞുകൂടാത്തത്. ഈ പ്രാക്ടിക്കൽ വൈദ്യന്മാർക്ക് എല്ലാം അറിയാം. പിന്നെ ഞാനത് പോയി പഠിക്കേണ്ട ആവശ്യമില്ല. ഈ തിയറി പാർട്ട് ആർക്കും അറിയുന്ന സാധനമാണ്. അതുകൊണ്ടാണ് അതിൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നമസ്തേ തോമസ് വൈദ്യര് ഡോക്ടറെ. പിന്നെ സാറേ നമസ്തേ. നമസ്തേ, പറയും. നാഡിയെ പറ്റി സാറ് പറഞ്ഞല്ലോ, അത് കറക്റ്റായിട്ട് മനസ്സിലാകുകയും ചെയ്തു. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. തുടർന്നും ഈ ക്ലാസ് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഒരു ആരോഗ്യവാനായ ഒരു വ്യക്തിക്ക് ഏതവസ്ഥയായിരിക്കും നാഡിയിൽ, അതുകൂടി ഒന്ന് സാവകാശം ഒരു 10 മിനിറ്റ് കൊണ്ട് വിവരിക്കാൻ പറ്റും ചെറിയ രീതിയിൽ? നാഡി എന്ന് പറയുന്നത് പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്ന കാര്യം. നാഡി തൊട്ട് നോക്കിയിട്ടാണ് ആരോഗ്യം ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. അതുകൊണ്ട് നമുക്കത് സംസാരത്തിൽ കൂടെ ഇത്ര ഹൈറ്റിൽ പൊങ്ങുന്നു എന്ന് എങ്ങനെയാ പറയാൻ പറ്റുക? വിരലിൽ രക്തക്കൊഴി തൊട്ട് നോക്കിയാൽ ഇത്രയും ഹൈറ്റിൽ പൊങ്ങിയാൽ അതാണ് ആരോഗ്യം എന്ന് എനിക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് നാഡി വെച്ചല്ല അത് പറയും, അതല്ലാതെ പറയാം. ഞാൻ അതിന് സൂത്രവാക്യം പറയാം. അത് ലേമൻ വൈദ്യന്മാർക്കല്ല, സാധാരണക്കാരന് മനസ്സിലാകുന്ന കുറെ ടേംസ് ഉപയോഗിച്ച് നമുക്ക് കുറച്ചൊക്കെ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. താങ്കൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ടേസ്റ്റ് ഏതാണ്? അപ്പൊ ചോദ്യം ചോദിച്ച ആളോടാണ്. കയ്പ് രുചിയൊക്കെ ഇഷ്ടമാണ്. അതായത് അവിടെ ഉദ്ദേശിക്കുന്ന ഡോക്ടർ കഴിക്കരുത് പറഞ്ഞ കാരണം കഴിക്കാത്ത സാധനമല്ല. സ്വാഭാവികമായിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ടേസ്റ്റ് ഏത്? ടേസ്റ്റ് കയ്പാണോ? കയ്പിനോട് ഇഷ്ടമാണ്. നെല്ലിക്കയുടെ കയ്പ്, ചവർപ്പും കയ്പും ഒക്കെ ഇഷ്ടമാണ്. ഓക്കെ, താങ്കൾക്ക് ഹാർട്ട് സംബന്ധമായ പ്രശ്നങ്ങളാണ് കൂടുതൽ ഉണ്ടാവുക. രക്തക്കുഴല്, ഹാർട്ട്, ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് കൂടുതലും ഉണ്ടാവുക. ഇതൊരു ലേമൻ ശൈലിയാണ്. ഒരു വലിയ പണ്ഡിതനായ ഒരു വൈദ്യന്റെ അടുത്തൊന്നും അല്ല ഇത് പറയുന്നത് കേട്ടോ. പണ്ഡിതനായ വൈദ്യന്മാർക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാൻ അതിലുണ്ട്. ആ അവസ്ഥ പരിഹരിക്കണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യമായിട്ട് ആ ടേസ്റ്റുള്ള സാധനങ്ങൾ അധികം കഴിക്കരുത്. പിന്നെ ഇഷ്ടമുള്ള ടേസ്റ്റ് കൂടുതൽ കഴിക്കരുത്. അപ്പൊ അതുകൊണ്ട് ആ ടേസ്റ്റ് ഹാർട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നമായതുകൊണ്ട് ഈ ഹാർട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നം ഉത്തേജിപ്പിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ ഒഴിവാക്കണം. കയ്പിന് മാത്രമല്ല, പിന്നെ മാത്രമല്ല ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം വരുമ്പം അതിനകത്ത് ചിക്കൻ ഹാർട്ടിന് നല്ലതല്ല, ബീഫിന് കുഴപ്പമില്ല. പക്ഷെ എല്ലാരും പറയുന്നത് എന്താന്ന് വെച്ചാൽ ചിക്കൻ കുഴപ്പമില്ല, ബീഫ് കഴിക്കാം അല്ലെ എന്ന് പറഞ്ഞ് ഇതെല്ലാം ഒരുപാട് ഉപയോഗിക്കാമെന്നല്ല പറയുന്നത് കേട്ടോ. മോഡറേറ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന കാര്യം. ഏത് സാധനവും മോഡറേറ്റ് ആയിട്ട് ഉപയോഗിക്കാം. കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്ന സാധനം അല്ല. നിങ്ങൾ കഴിക്കുന്ന പാലാണ് അതിൽ ഏറ്റവും വലിയ ബില്ല്. അത് നാടൻ പശുവിന്റെ പാലല്ല ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ബ്ലോക്കുകൾ, കാൽസിഫിക്കേഷൻ. നിങ്ങൾ ഇപ്പൊ ഹോസ്പിറ്റലിൽ ചെന്ന ഈ ബ്ലോക്ക് എന്ന് പറഞ്ഞല്ലോ, അപ്പൊ അതിനകത്ത് അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് നോക്കുക. ബ്ലോക്ക് എന്നല്ല, കാൽസിഫിക്കേഷൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇറച്ചിക്കകത്ത് എവിടുന്ന കാൽസ്യം വരുന്നത്, കൊളസ്ട്രോളിനകത്ത് എവിടെയാണ് കാൽസ്യം വരുന്നത്. കാൽസ്യം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ശരിയായിട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റാത്ത കാൽസ്യം എക്സസ് ആയിട്ട് രക്തത്തിൽ കൂടെ പോകുന്ന വഴിക്ക് അവിടെ ഇവിടെയൊക്കെ തങ്ങിക്കിടക്കും. അതിനാണ് കാൽസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് പാലാണ്. അതുപോലെ അങ്ങനെയുള്ള കുറെ സാധനങ്ങൾ ശരിക്കും ദഹിക്കുന്നില്ല. കാൽസ്യം നല്ല കാൽസ്യം ഉള്ള ഭക്ഷണ സാധനമാണ്. നിങ്ങളുടെ ദഹന വ്യവസ്ഥ കറക്റ്റ് അല്ലെങ്കിൽ ഈ കാൽസ്യത്തെ നിങ്ങൾക്ക് ശരിയായിട്ട് ശരീരത്തിൽ അബ്സോർവ് ചെയ്തെടുക്കാൻ പറ്റാതെ വരും. ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാൽസ്യം ആയിരിക്കും ബ്ലഡിലേക്ക് വരും. ശരിയായ കാൽസ്യം ആയിരിക്കും. അപ്പൊ ദഹനക്കുറവായാലും ഏറ്റവും വലിയ ബില്ലാണ്. ദഹനപ്രശ്നം ഏറ്റവും വലിയ ബില്ലാണ്. ദഹനപ്രശ്നം എന്ന് പറഞ്ഞാൽ വയറ്റിൽ നിന്ന് പോകാതിരിക്കുക മാത്രമല്ല, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും അതിനകത്ത് എൻസൈംസ്, ഒരു ഭക്ഷണം പാകപ്പെടുത്താൻ ഒരു എൻസൈമാണ് വേണ്ടത്.
ആ എംസൈം നമ്മുടെ വയറിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നില്ലെങ്കിൽ ആ ഭക്ഷണം ശരിയായ രീതിയിൽ നമുക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പാർട്ടിക്കിളായിട്ട് മാറില്ല. അങ്ങനെ വരുമ്പോൾ ഒരു അബ്നോർമലായ പാർട്ടിക്കിളായിട്ട് അത് മാറുക. ആ അബ്നോർമൽ പാർട്ടിക്കിൾ ആയിരിക്കും രക്തത്തിലേക്ക് അബ്സോർബ് ചെയ്യുക. ഇത് ടോക്സിനായിട്ട് വർക്ക് ചെയ്യും, ടോക്സിനായിട്ട് വർക്ക് ചെയ്യും, വിഷമായിട്ട് വർക്ക് ചെയ്യും. സർ, എന്റെ പേര് സിൽവി. ഇപ്പൊ ഹാർട്ടിന് പ്രശ്നമുള്ള ഒരാള് ആയുർവേദത്തിൽ ഏതൊക്കെ ബില്ലറ്റ് കഴിക്കണമെന്നാണ് പറയുന്നത്? കേട്ടില്ല, എന്നോട് പറഞ്ഞേ. ഹാർട്ടിന് പ്രശ്നമുള്ള ഒരാൾക്ക് ആയുർവേദത്തില് ഏതെങ്കിലും ബില്ലറ്റുകൾ കൂടുതൽ കഴിക്കാൻ പറയുന്നുണ്ടോ? ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു എന്നോട് മരുന്ന് ചോദിക്കരുത്, തിയറി ചോദിക്കുക. ഹാർട്ടിന് നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഹങ്കാരം, ഞാനെന്ന ഭാവം കുറയ്ക്കണം. മില്ലറ്റിന്റെ കാര്യത്തില് ഏതെങ്കിലും ആരുമായിട്ട് കൺസൾട്ട് ചെയ്ത് അതിന്റെ ശീതവീര്യോ ഉഷ്ണവീര്യോ നോക്കിയിട്ട് ശീതവീര്യമുള്ള മില്ലറ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. ഹാർട്ട് എന്ന് പറയുന്നത് ഉഷ്ണമാണ്, ഉഷ്ണം അതിന്റെ കൂടെ ഉണ്ടാവും. പിത്തം കയറിയിട്ടാണ് ഹാർട്ട് പ്രശ്നം ഉണ്ടാകുന്നത്. ശീതവീര്യമുള്ള മില്ലറ്റ് ഉപയോഗിക്കാൻ ഇതിൽ ഈ 5-6 മില്ലറ്റ് ഉള്ളതിൽ ശീതവീര്യമുള്ളത് ഏതാണെന്ന് നല്ല വൈദ്യന്മാരോട് ചോദിച്ചാൽ അവർ പറഞ്ഞുതരും. അതാണ് ഉപയോഗിക്കേണ്ടത്. ഞാൻ ചോദിച്ചോട്ടെ, എനിക്കൊരു സംശയം. ഇപ്പൊ കുറച്ചു മുമ്പ് ആഹാരത്തിന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ സാർ. എനിക്ക് ഇഷ്ടമുള്ളത് മധുരം എനിക്കിഷ്ടമാണ്. രണ്ടാമത് ഈ കയ്പയ്ക്ക, പാവയ്ക്കയുടെ കയ്പ്, ആ കറി എനിക്കിഷ്ടമാണ്. അതുപോലെ കയ്പുള്ള ചീരയുണ്ട്, മണിത്തക്കൾ എന്നൊക്കെ പറയും. ഇതൊക്കെ എനിക്കിഷ്ടമാണ്. അപ്പൊ എന്റെ ഹെൽത്തിനെ പറ്റിയുള്ള ഒരു ടോട്ടാലിറ്റി എങ്ങനെയാണെന്ന് അറിയാൻ അതുപോലെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് കൊഴുപ്പടങ്ങിയ മാംസ മത്സ്യം എനിക്കിഷ്ടമാണ്. കൊഴുപ്പടങ്ങിയ മാംസ മത്സ്യം ഇഷ്ടമാണ്. നിങ്ങൾക്ക് ദഹന പ്രശ്നം, കഴിക്കുന്ന ഭക്ഷണം ശരീരത്തിന് ആവശ്യമുള്ള പദാർത്ഥങ്ങളായിട്ട് മാറ്റാൻ നിങ്ങളുടെ ദഹന വ്യവസ്ഥയ്ക്ക് കഴിയുന്നില്ല. ഇതിൽ നിന്നാണ് നിങ്ങൾക്ക് ഹാർട്ടിനും രക്തക്കുഴലിനും കംപ്ലൈന്റ് വന്നത്. ഇതുവരെ പക്ഷെ എനിക്ക് ഒരു കംപ്ലൈന്റും എനിക്ക് പ്രകടമായിട്ടില്ല. അത് കുറച്ചുകൂടെ കഴിയുമ്പോൾ പ്രായമാകുമ്പോൾ പ്രകടമായിക്കോളും. അപ്പൊ ഞാൻ ഇത് ശ്രദ്ധിക്കണം. അപ്പൊ ഞാൻ എന്താ സാർ ചെയ്യേണ്ടത്? നല്ലൊരു നാട്ടുവൈദ്യനെ കാണുക, വ്യാജനായിരിക്കരുത്. നല്ലൊരു നാട്ടുവൈദ്യനെ കാണുക, അദ്ദേഹത്തോട് ഉപദേശം ചോദിക്കുക. അദ്ദേഹം പറഞ്ഞത്, ഞാൻ വൈദ്യനല്ല. നല്ല നാട്ടുവൈദ്യനെ അറിയണമെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഫോൺ നമ്പറൊക്കെ തരാം. പക്ഷെ ആ ചികിത്സാ രംഗത്തേക്ക് ഞാൻ പോകുന്നില്ല. അതാണ്. നസീമ ചോദിച്ചുള്ള കൈ കുത്തിയിരുന്നല്ലോ. നസീമയാണോ? ഹലോ, ചോദിച്ചിരുന്നു. ഞാൻ സിൽവിയായിരുന്നു. ഈ നമ്പറിൽ ഞാൻ ചോദിച്ചിരുന്നു. നിങ്ങൾ വേറെ നമ്പറിനാ വിളിച്ചല്ലേ? ഓക്കെ. ഇനി ആരെങ്കിലും എന്തെങ്കിലും ചോദ്യം ഉണ്ടോ? സാറിന്റെ നമ്പർ ഒന്ന് കിട്ടുമോ? തോമസ് സാറിന്റെ നമ്പർ 9446131010. 131094446 9446 പിന്നെ 131010. ഹലോ സർ, ഞാൻ ഡോക്ടർ അശ്വതി. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കല്ല സർ. സാർ നേരത്തെ പറഞ്ഞ ആയുർവേദ ഡോക്ടറാണ് സർ. അപ്പൊ ഞാൻ സാറ് നേരത്തെ പറഞ്ഞ കേട്ടില്ല. നേരത്തെ പറഞ്ഞ ക്ലിയർ ആയില്ല. ബുക്സിന്റെ കാര്യം പറഞ്ഞില്ലേ സർ? ഏതൊക്കെയോ ബുക്കില് പറഞ്ഞിട്ടുണ്ട് എന്ന്. അപ്പൊ സാറിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം വോയിസ് വന്നേ. സർ, അഷ്ടാംഗ ഹൃദയത്തില് ദ്രവദ്രവ്യ വിജ്ഞാനം എന്ന് പറഞ്ഞ ചാപ്റ്ററും അന്നസ്വരൂപം എന്ന് പറയുന്ന ചാപ്റ്ററിലും ഈ ഡ്രഗ്സിന്റെയും മെഡിസിൻസിന്റെയും എല്ലാ നമ്മൾ കഴിക്കുന്ന വെജിറ്റബിൾസിന്റെയും ഈവൻ വെള്ളത്തിന്റെ പോലും ഗുണങ്ങളെല്ലാം പറയുന്നുണ്ട്. പിന്നെ ഈ മെഡിസിനൽ പ്ലാന്റിനെ കുറിച്ച് മാത്രമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് ആയുർവേദം പഠിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും അല്ലാത്ത ആൾക്കാർക്കും ഈ ദ്രവ്യഗുണ വിജ്ഞാനം എന്ന് പറഞ്ഞിട്ടൊരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ഇതില് ഒരുവിധം എല്ലാ ചെടികളുടെയും കുറിച്ച് ഡീറ്റെയിൽസ് ഉണ്ട്. പിന്നെ അത്ര ഡീറ്റെയിൽഡ് ആയിട്ടല്ലാതെ വേറെ കുറെ ഡീറ്റെയിൽസ് കിട്ടുന്നത് ഹോർത്തൂസ് മലബാറിക്കസിലുണ്ട് സർ. ഹോർത്തൂസ് മലബാറിക്കസ് ആർക്കും വാങ്ങാവുന്നതുമാണ്. അതിലുണ്ട് ഒരുവിധം എല്ലാ ഡീറ്റെയിൽസും അതിലുണ്ട്.
ഇപ്പൊ സാറ് പറഞ്ഞ ഈ രസഗുണ വീര വിഭാഗങ്ങളൊന്നും ഉണ്ടാവില്ല. അതൊരു ഇംഗ്ലീഷ് ബുക്കാണ്. മറ്റേ സാൻസ്ക്രിറ്റ് മോഡുലേഷൻ ഒക്കെ വേണമെങ്കിൽ ഈ ദ്രവ്യഗുണ വിജ്ഞാനം ജയലൻ ശാസ്ത്രി എന്ന് പറഞ്ഞ അധ്യാപകൻ എഴുതിയതാണ്. അപ്പൊ അതിലുണ്ട്, ഡീറ്റെയിൽ ആയിട്ടുണ്ട്. പിന്നെ ഓരോ നമ്മൾ കഴിക്കുന്ന അരിയുടെയും അരിവർഗങ്ങളുടെയും പയറ് വർഗങ്ങളുടെയും ഒക്കെ ഡീറ്റെയിൽസ് അഷ്ടാംഗ ഹൃദയത്തിലും കൊടുത്തിട്ടുണ്ട്. ശരി, താങ്ക് യു സർ. ഇനി ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? നമ്മൾ ഏകദേശം ടൈമൊക്കെ കഴിയാൻ പോവാണ്. സാറേ നമ്പർ പറഞ്ഞത് മുഴുവൻ കേൾക്കാൻ പറ്റിയില്ല. 9446131010. ഓക്കെ, താങ്ക് യു സാർ. എന്ത് ചോദ്യം ചോദിക്കാൻ കേട്ടോ, തിയറട്ടിക്കലായിട്ട് ഭാഗത്തുള്ള എന്ത് ചോദ്യം. മരുന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ അതിലായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല. തിയറി ത്രിദോഷങ്ങളും പഞ്ചഭൂതങ്ങളും ജീവൻ എന്താണ്, മനസ്സൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. മനസ്സ് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ആദ്യം ആറ്റമിക് സ്ട്രക്ചർ പഠിക്കണം, വേവ് തിയറി പഠിക്കണം, മോഡേൺ ഫിസിക്സിന്റെ വേവ് തിയറി അറിയണം. വേവ് തിയറി അറിയാവുന്നവരുടെ മനസ്സിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ പുരാണമായ വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങൾ എടുത്തിട്ട് മനസ്സിനെ പറ്റി പറയുന്നുണ്ട്, സംസ്കൃതത്തിൽ പറയുന്നുണ്ട്, അതെടുത്ത് വായിച്ചു നോക്കുക. അതൊന്നും ഫിസിക്സിന്റെ ടേംസിലല്ല, ഒരു കാണാതെ പഠിക്കാനേ പറ്റുള്ളൂ. ഞാനത് ഫിസിക്സിന്റെ ടേംസ് വളരെ കൃത്യമായിട്ട് ശാസ്ത്ര വെച്ചിട്ടാണ് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ശരി. ആർക്കെങ്കിലും ഇനി സംസാരം? പിന്നെ അടുത്ത ക്ലാസ് എന്നായിരിക്കും? അങ്ങനെ ആയിരിക്കും ഞങ്ങള് എല്ലാ ശനിയാഴ്ചയും 7:30 മണിക്കാണ് നമ്മൾ ക്ലാസ് വെച്ചിരിക്കുന്നത്. 1 മണിക്കൂറാണ് ഫുൾ ക്ലാസ്സിന് പറയുന്നത്. അതില് അരമണിക്കൂർ പ്രസന്റേഷനും 1/2 മണിക്കൂർ നമ്മുടെ ഡിസ്കഷനുമാണ്. കേൾക്കുന്നവർക്കുള്ള സംശയമൊക്കെ ആയിട്ട് ഒരു ഇന്ററാക്റ്റീവ് ആയിരിക്കും. ഞാൻ ഇതിനെപ്പറ്റി ഒരു ബുക്ക് ആമസോണിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിന്റെ സോഫ്റ്റ് കോപ്പിയാണ് ഇന്ത്യക്കാർക്ക് അവൈലബിൾ ആവുള്ളൂ. സയൻസ് ഓഫ് ട്രഡീഷണൽ മെഡിസിൻ എന്നാണ് അതിന്റെ പേര്. അതിനകത്ത് ഫുൾ ഡീറ്റെയിൽസ്, മുഴുവൻ ഫിസിക്സ് ആണ്, സാൻസ്ക്രിറ്റ് ഒന്നുമില്ല. കംപ്ലീറ്റ് ഫിസിക്സ് വെച്ചിട്ട് ആയുർവേദം എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ്. ആയുർവേദം മാത്രം പറയില്ല, ട്രഡീഷണൽ മെഡിസിൻ. ഈ PDF കോപ്പി കിട്ടും ആമസോണിൽ തോമസ് മാത്യു തോമസ് സാറിന്റെ ബുക്കാണോ? തോമസ് സാർ എഴുതിയ ബുക്കാണോ? അതെ, ഞാൻ എഴുതിയ ബുക്കാണ്. ഞാൻ പബ്ലിഷ് ചെയ്ത 12 പേപ്പറേയും ബുക്ക് രൂപത്തിലാക്കിയതാണ്. പിന്നെ അതുകൂടാതെ മലയാളത്തിൽ ഒരു ബുക്ക് സംക്ഷിപ്തമായിട്ട് ചുരുക്കി റെഫറൻസസ് ഒന്നും വെക്കാതെ ഒരു ലേമേന് മനസ്സിലാകുന്ന രീതിയിൽ ചെയ്തോണ്ടിരിക്കുകയാണ്. HNC പബ്ലിഷേഷൻ കൊടുത്തിട്ടുണ്ട് അടിക്കാനായിട്ട്. ഒരു മിനിറ്റ്, ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. നമുക്ക് ഇതിനായിട്ട് പ്രത്യേക ഗ്രൂപ്പ് ഉണ്ടോ? പുതിയ ഗ്രൂപ്പ് ഉണ്ടോ? ഇല്ല, അങ്ങനെ ഒരു ഗ്രൂപ്പും ഇല്ല. ഞാൻ എന്റെ പേഴ്സണൽ ഹോബി ആയിട്ട് ഇതിനെ കൊണ്ട് നടക്കുന്നതാണ്. ഇതെനിക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്നത് കൊണ്ടാണ്. നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഞാൻ എന്റെ സബ്ജക്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. എനിക്ക് ഒരു സുപ്രഭാതത്തിൽ ഇതിലേക്ക് വരണമെന്ന് തോന്നി, വന്നു. ഏതാനും ചില വർഷങ്ങൾ കൊണ്ട് ഇത് മുഴുവനും എനിക്ക് കിട്ടി. കാരണം അതെന്റെ ജനിതകത്തിൽ കിടക്കുന്നതാണ്, അതല്ലാതെ ആർക്കും അത് കിട്ടത്തില്ല. ജനിതകത്തിൽ കിടക്കുന്നതുകൊണ്ടാണ്. ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പിലുള്ള ഈ ഇതിനകത്ത് പങ്കെടുത്തവരെ ചേർത്തുകൊണ്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ചെയ്തു കഴിഞ്ഞാലേ എല്ലാ കാര്യങ്ങളും അറിയാൻ കഴിയുമായിരുന്നു. നിങ്ങളുടെ ഗ്രൂപ്പിനകത്ത് എന്നെ ആഡ് ചെയ്താൽ മതി. ഞാനായിട്ടൊരു ഗ്രൂപ്പ് തുടങ്ങുന്നില്ല. ഇത് ആരാണ് സംസാരിക്കുന്നതെന്ന് പറയോ? ആരാണ് സംസാരിക്കുന്നത്? എന്റെ പേര് നിസാം എന്നാണ്, ആലപ്പുഴയാണ് വീട്. ഓക്കെ. നിങ്ങൾ എങ്ങനെ ഈ ഗ്രൂപ്പിൽ വന്നത്? ഇപ്പം എന്തെങ്കിലും മില്ലറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണോ, അല്ലെങ്കിൽ ഈ ലിങ്ക് ആർക്കോ അയച്ചു തന്നിട്ട് എന്നാണ്? ഞങ്ങളെ ഗ്രൂപ്പിൽ ലിങ്ക് അയച്ചപ്പോൾ കിട്ടിയാണ് സാർ. നിസാം എന്താ ചെയ്യുന്നത്? ഞാന് ഒരു വൈദ്യം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, ശരി. അപ്പൊ സാറ് പറയുന്നത് നിങ്ങളൊരു ഗ്രൂപ്പ് തുടങ്ങുകയാണെങ്കിൽ അദ്ദേഹം അതിലൊരു മെമ്പർ, അദ്ദേഹത്തിന്റെ പേര് ആഡ് ചെയ്യാം. നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ. നിങ്ങൾ വേണമെങ്കിൽ ഒരു ഡിസ്കഷൻ ചെയ്യാൻ വേണ്ടിട്ട് ഇതൊരു സ്പെഷ്യൽ ടോപ്പിക്കാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ ഈ ആവർത്തിച്ച് ചോദിക്കുന്നത്. നിങ്ങൾ സാറിനോടൊക്കെ ചോദിച്ചിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ജോയിൻ ചെയ്യുമായിരിക്കും. ഓക്കെ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നമ്മള് ഇല്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് വോട്ട് ഓഫ് താങ്ക്സിലേക്ക് പോകാം. ലാൽ സാറിന് എന്തോ സംസാരിക്കാനുണ്ടോ? ലാൽ സാറിന് എന്തോ ഉണ്ടോ? ഡോക്ടർ ആരാണ്? തോമസ് സാർ, ഗുഡ് ഈവനിങ്. ഡോക്ടർ അശോക് ജീവൻ, കോഴിക്കോട്.
ഞാൻ ലാസ്റ്റിന്റെ ഒരു 10 മിനിറ്റ് കേട്ടുള്ളൂ. ഇപ്പോഴാണ് ഫ്രീ ആയത്. അപ്പോഴാണ് ലിങ്ക് കണ്ടതും വാട്സപ്പ് തുറന്നപ്പോ കണ്ടു. അപ്പൊ സാറിന്റെ ആണെന്ന് മനസ്സിലായപ്പോ വേഗം തുറന്നു. ഇനി ആരെങ്കിലും ഉണ്ടോ? ഏതായാലും കേട്ടിടത്തോളം നല്ല കാര്യങ്ങളായിരുന്നു. പൂർണ്ണമായിട്ട് കേൾക്കാൻ പറ്റിയില്ല. ഓക്കെ, നമ്മൾ വളരെ നല്ല ക്ലാസ്സായിരുന്നു സാറേ, വളരെ നല്ല ക്ലാസ്സായിരുന്നു. ഒരു കാര്യം ചോദിച്ചോട്ടെ ജസ്റ്റ് സാറ്, നമ്മൾ ഈ മാറിയ ഈ സാഹചര്യത്തിൽ ജീവിത സാഹചര്യങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മലിനീകരണവും മറ്റ് പ്രശ്നങ്ങളൊക്കെ ആയിട്ട്. അപ്പം ഈ ആയുർവേദത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാറിന്റെ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ സാറ് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ്. കുറച്ചുകൂടെയൊക്കെ ഒരു ആയുർവേദം എന്ത് മാറ്റമാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? മരുന്ന് ടാബ്ലറ്റ് ആക്കി എടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളാണ്? അല്ല, ഇപ്പം പിന്നെ ഊഷ്മാവ് തന്നെ ആയത് നമ്മളെ ഇപ്പൊ സാറ് പറഞ്ഞു കാർബൺ ഡയോക്സൈഡിന്റെ കാര്യമൊക്കെ പറഞ്ഞൊക്കെ തന്നെ നമ്മളെ ഗ്ലോബൽ വാർമിംഗ് ആണെങ്കിൽ തന്നെയും മറ്റ് പഞ്ചഭൂതങ്ങളെല്ലാം തന്നെ മലിനപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ നേരത്തെ ഉണ്ടായിരുന്നതിനെക്കാട്ടി കുറെ കൂടെ ഒരു ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ഒരു സാധാരണക്കാരന് ഇതിൽ എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് നിങ്ങൾ ഉദ്ദേശിച്ചത് അല്ലെ? നിങ്ങൾക്ക് അധികം കാശ് മുടക്കാതെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ സജസ്റ്റ് ചെയ്യാം. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. നിങ്ങളൊരു നാടൻ പശുവിനെ വാങ്ങുക. നാടൻ പശുവിനെ വാങ്ങിട്ട് നിങ്ങളുടെ വീട്ടു വളപ്പിൽ വളർത്തുക. അതിന്റെ പാല് കിട്ടുമ്പോ ഉപയോഗിക്കുക. അതിന്റെ ചാണകം മാത്രം ഉപയോഗിച്ച് കൃഷി ചെയ്യുക. നിങ്ങളുടെ വീടിന് ചുറ്റുമുള്ള മണ്ണ് ശുദ്ധമാകും, പഞ്ചഭൂതങ്ങള് ശുദ്ധമാകും, നിങ്ങളുടെ കിണറ്റിൽ വെള്ളം വരും, നിങ്ങളുടെ അശുദ്ധമായ പഞ്ചഭൂതങ്ങളെല്ലാം ശുദ്ധമാകും. ഒരു 4 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് വരും. ജേഴ്സി അല്ല കഷ്ടം, JCHF അല്ല. അതിനെ കെട്ടിയാൽ നിങ്ങളുടെ പരിസരം ഒന്നുകൂടെ അശുദ്ധമാകും. അല്ല, ഈ സാറ് പറഞ്ഞ ഒരു കാര്യം ചെയ്യുന്നുണ്ട്, കുറച്ച് നാളായിട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ അത് പൂർണ്ണ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്, കൂടുതലായിട്ട് ചെയ്യുന്നുണ്ട്. താങ്ക്സ്. എനിക്കറിയാൻ പറയാം. ഞാൻ വെറുതെ തിയറിറ്റിക്കലായിട്ട് അതിന്റെ വെറുതെ അങ്ങ് പറയുന്നതല്ല, ആരെങ്കിലും പറയുന്നത് കേട്ട് പറയുന്നതല്ല. വ്യക്തമായിട്ട് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വ്യക്തമായിട്ട് പറയുന്നത്. ബാനഫീർ കൈപൊക്കിയിട്ടുണ്ടല്ലോ. ബാനഫീറിന് എന്തോ ചോദിക്കാനുണ്ടോ? സാർ, ഞാൻ സൈക്കോളജി പഠിക്കുമ്പോ അതിലിങ്ങനെ സാറ് പറഞ്ഞ അതേ ആശയങ്ങളാണ് അതിൽ പറയുന്നത്. കാരണം വെച്ചാല് മെന്റലി ഉള്ള നമ്മുടെ എല്ലാ പ്രശ്നങ്ങളുമാണ് നമ്മുടെ അസുഖങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഈ സൈക്കോളജിയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ വാദം, പിത്തം, കഫം ദോഷങ്ങളെ കുറിച്ചിട്ടും അത് ഈ സൈക്കോളജിയിൽ പറയുന്നുണ്ട്. എനിക്ക് സാറായിട്ടുള്ള ഡീലിങ്സ് കുറച്ചുകൂടി ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് വേണമെന്നുണ്ട്. അപ്പൊ ഇത് വളരെയധികം മോഡേൺ സയൻസ് ഇപ്പോ സയൻസിൽ പറയുന്നുണ്ട് ഇങ്ങനെ സൈക്കോളജിക്കലായിട്ടും ഈ സ്ട്രെസ് ആണ് എല്ലാ രോഗങ്ങൾക്കും കാരണം എന്നുള്ളത്. സാർ ഇത് പറഞ്ഞപ്പോ എനിക്കത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റി. കാരണം ഈ കാര്യങ്ങളാണ് ഞങ്ങൾ സൈക്കോളജിയിൽ പഠിച്ചുകൊണ്ടിരുന്നത് മൊത്തം. ഇപ്പൊ സാറിന്റെ നമ്പർ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് കൂടുതൽ ഈ പറഞ്ഞ പോലെ ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ പറ്റിയുള്ള ഡിസ്കഷനുകളും ഒക്കെ അതിൽ ചെയ്യാലോ. നിങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി എന്നെ ആഡ് ചെയ്താൽ എന്റെ ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറയാം. കാരണം ഈ ജോലിയുണ്ട്, ഇതെല്ലാം അതിനിടയ്ക്ക് ഇതെല്ലാം. പിന്നെ വേറൊരു കാര്യം, സൈക്കോളജി ആയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ മറുപടി പറയട്ടെ. സൈക്കോളജിയിലെ ആധുനിക ശാസ്ത്രത്തിന്റെ സൈക്കോളജിയാണ് നിങ്ങൾ പഠിക്കുന്നത്. അതിനകത്ത് മനസ്സിനെ നിർവചിക്കുന്നില്ല. നിർവചിക്കാത്ത മനസ്സിനെ എങ്ങനെ ചികിത്സിക്കും? അതാണ് നമ്പർ 1 ക്വസ്റ്റ്യൻ. അപ്പൊ മനസ്സിനെ നിർവചിക്കുന്ന വ്യക്തമായ നിർവചനമുള്ളത് ആയുർവേദത്തിലാണ്. അതിൽ തന്നെ മനസ്സിന്റെ ചിന്തകളെ, തോട്ട് പ്രോസസ്സിനെ പറ്റി മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള വിദ്യകൾ അറിയാവുന്നത് പഞ്ചകവിച്ച് പറ്റിയാണ്. പഞ്ചഭൂതങ്ങളെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പഞ്ചഭൂതങ്ങളെ ഉപയോഗിച്ച് ചെയ്യുന്ന 2 ചികിത്സയെ നമുക്കുള്ളൂ. ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ട് ചികിത്സിക്കുന്ന ചികിത്സാ രീതിക്കാണ് തദർത്ഥകാരി ചികിത്സ എന്ന് പറയുന്നത്. ഇത് 2 നമുക്ക് ഇപ്പൊ കൃത്യമായിട്ട് നിർവചിച്ചു ഉള്ളൂ. അതൊന്ന് ഹോമിയോപ്പതിയും മറ്റൊന്ന് പഞ്ചഗവ്യ ചികിത്സയുമാണ്. ഇതിനകത്ത്
മരുന്നുണ്ട്, മാനസിക രോഗങ്ങൾക്ക് മരുന്നുണ്ട്. ഇത് കൂടാതെ മാനസിക രോഗം ഇതുകൊണ്ട് മാത്രമല്ല വരുന്നത്. നാഡീ സംബന്ധമായും പിന്നെ നാഡീ സംബന്ധമായും കഫത്തിന്റെ ശല്യം കൊണ്ടും നാഡികളിലെ ബ്ലോക്ക് കൊണ്ടും രക്തക്കുഴലിലെ ബ്ലോക്ക് കൊണ്ടും മാനസിക രോഗവും അൽഷിമേഴ്സും പാർക്കിൻസൺസും ഒക്കെ വരും. അതും വിശദമായിട്ടുള്ളത് ട്രഡീഷണൽ മെഡിസിൻ, ആയുർവേദം എന്ന് ഞാൻ പറയുന്നില്ല, ആയുർവേദത്തിലുള്ളതിനേക്കാൾ കൂടുതൽ അതർ ട്രഡീഷണൽ മെഡിസിൻസിലുണ്ട്. ആയുർവേദത്തിൽ അത് സ്ട്രെസ് ചെയ്ത് പഠിക്കുന്നില്ല, അതുകൊണ്ടാണ് പറയുന്നത്. ആയുർവേദത്തിന് വേണമെങ്കിൽ അത് ആ ഭാഗം എടുത്ത് പഠിച്ചാൽ ആയുർവേദം ആകും, പക്ഷെ അത് സ്ട്രെസ് ചെയ്ത് പഠിക്കുന്നില്ല. ഈ പറഞ്ഞ സംഹിതയിലും പുസ്തക സംഹിതയിലും വാക്പട സംഹിതയിലും അത് സ്ട്രെസ് ചെയ്ത് പറയുന്നില്ല. ഓക്കെ. ഇനി ആരെങ്കിലും നിസാം ഒരു കാര്യം ചെയ്താലോ? നിസാം ഒരു ഈ നമ്പർ ഒന്ന് ഷെയർ ചെയ്തോളൂ. അങ്ങനെയാണെങ്കിൽ എന്റെ നമ്പർ എല്ലാവരും ഒന്ന് എഴുതിയെടുത്താലേ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ ഈ തോമസ് സാറിനെ ഉൾപ്പെടെ നമുക്ക് ആഡ് ചെയ്തിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാമായിരുന്നു. ഇപ്പൊ എനിക്ക് ഇതിനകത്ത് നമ്പർ എടുക്കാൻ അറിയില്ല. ഇതിലുള്ളവർ താല്പര്യമുള്ളവർ എന്റെ നമ്പർ ഒന്ന് നോട്ട് ചെയ്തിട്ട് വിളിച്ചാൽ എല്ലാവരും ആഡ് ചെയ്ത് തോമസ് സാറിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്പർ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങാം. BTIMS ഗ്രൂപ്പിലെ നിസാമാണോ? BTIMS ഗ്രൂപ്പിലെ നിസാമാണോ സാറേ? അത് എടുത്തു പറയാഞ്ഞത് സാറിന്റെ സംസാരത്തിൽ ഒന്നും സംഭവിക്കാതെ എല്ലാം ഫ്ലോ ആയിട്ട് വരാൻ വേണ്ടിട്ട് പറഞ്ഞതാണ്. അത് തന്നെ എനിക്കറിയാം, എനിക്ക് മിക്കവാറും വൈദ്യന്മാരെ അറിയാം. കാരണം ഞാൻ ഇവിടെ ഒരു പ്രശ്നമുള്ളതേ, ഇവിടെ ഇപ്പോഴേ വൈദ്യനെന്ന് പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ ഈ നമ്മളിപ്പോ സംസാരിക്കുന്ന വിഷയം കറക്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് കിട്ടാതെ വരും. അപ്പം സാറിന്റെ അനുഭവത്തിലൂടെ അറിവുകളും ഫയൽസ് വരൂ. അത് ചൂടായിട്ട് വെളിച്ചെണ്ണ തക്കാട് പൊട്ടിച്ചു കൊടുത്താൽ മതി. ഞാനതാ ചെയ്യാൻ. നിസാമ നമ്പർ ഷെയർ ചെയ്തോളൂ. 97 47 എഴുതിയെടുക്കണേ. പറയട്ടെ, 97 47 63 38 17. ഓക്കെ, എല്ലാവർക്കും കിട്ടിയോ? എഴുതിയെടുത്തോ? ഒന്നുകൂടെ പറയട്ടെ. 97 38 17. നിസാം ആലപ്പുഴ കേട്ടോ, നിസാം ആലപ്പുഴ. വൈദ്യരെന്നുള്ളതൊക്കെ ഒരു തലക്കനത്തിൽ ഇങ്ങനെ കിടന്നാലേ ഒന്നും ആർക്കും അറിയില്ല. എല്ലാ വിഷയം എല്ലാവർക്കും എല്ലാരും ദുർബലരാണെന്നുള്ള വിചാരം ആർക്കും ഇല്ല. തോമസ് സാറേ, അതെ, അതിന്റെ ഏറ്റവും പ്രധാന പോയിന്റ്, എനിക്കൊന്നും അറിയില്ല എന്ന് തോന്നലുണ്ടായാലേ അറിവ് വരുള്ളൂ. തീർച്ചയായിട്ടും എല്ലാം അറിയുന്ന ആളാണ് ഞാനെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇനി ഒരു അറിവും അയാൾക്കുണ്ടാവില്ല. പറയുന്നത് മുഴുവൻ ശുദ്ധ മണ്ടത്തരമായിരിക്കും. ഉണ്ണികൃഷ്ണൻ എന്തോ ചോദിക്കാനുണ്ടോ? സാറേ, ഇത് നമ്മള് ഇപ്പൊ സാറ് പറഞ്ഞു നിർത്തിയെടുത്ത് തന്നെയാണ് എന്റെ ഒരു അഭിപ്രായം. നമ്മള് ശരിക്കും ഒരു സാധാരണ എല്ലാ ക്ലാസ്സിലും ചോദ്യങ്ങൾ വല്ല സംശയങ്ങൾ ചോദിക്കും. ഞാൻ ഇന്ന് ചോദിക്കാഞ്ഞത് അത്രയും വലിയൊരു സബ്ജക്റ്റാണ് തോമസ് സാർ എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത്. വളരെ വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മുടെ ഒരു അജ്ഞത, നമ്മുടെ ഒരു ഇങ്ങനെ എന്താ പറയാ കോൺക്രീറ്റ് ആയ ബോധ്യം കൊണ്ട് ഇരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇതിന്റെ അപ്പുറത്ത് ഒരു കാര്യം കേൾക്കുമ്പോൾ വിമർശനം തോന്നുന്നതെന്നാണ് എന്റെ ഒരു തോന്നല്. നേരെ മറിച്ച് എനിക്ക് പറയാനുള്ള സജഷൻ, ഇത്തരം കാര്യങ്ങളോട് താല്പര്യമുള്ള ആളുകൾ മില്ലറ്റ് മിഷന്റെ ബാനറിൽ തന്നെ തോമസ് സാർ പറഞ്ഞല്ലോ വേറെ ഗ്രൂപ്പ് ഒന്നും ഉണ്ടാക്കാൻ താല്പര്യമില്ല, അതേസമയത്ത് എന്നെ വിളിച്ചാൽ ഞാൻ വരാമെന്ന് പറഞ്ഞു. സാറിന്റെ അറിവുകൾ തീർച്ചയായിട്ടും നമുക്ക് മില്ലറ്റുമായിട്ട് റിലേറ്റഡ് ആയി തന്നെ, അതായത് അടിസ്ഥാനം ഞാൻ ഒന്നേ മനസ്സിലാക്കുന്നുള്ളൂ, ആഹാരം കറക്റ്റ് ചെയ്താൽ തന്നെ നമ്മുടെ ശരീരത്തിന് രോഗാവസ്ഥയിൽ നിന്ന് എത്രയും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് അടിസ്ഥാനം മനസ്സിലാക്കുന്നത്. തോമസ് സാറ് പറഞ്ഞു അത് തന്നെയാണെന്ന് എനിക്ക് ബോധ്യമായത്. പതിയെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ക്ലാസ്സുകളായിട്ട് നമുക്ക് കിട്ടിയാൽ വളരെ വലിയ ഗുണം ചെയ്യും. പിന്നെ തർക്കിക്കുന്നതിന് പകരം നമുക്ക് കൂടുതൽ അറിയാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ സംശയങ്ങളും ആ കൂടുതൽ ക്ലാരിഫൈ ചെയ്ത് എങ്ങനെ മുന്നോട്ട് പോകാനാണ് എനിക്ക് താല്പര്യം തോന്നിയത്. അതുകൊണ്ട് തോമസ് സാറിനെ നമുക്ക് ഇനിയും കിട്ടണം എന്നാണ് നമ്മുടെ ഒരു താല്പര്യം. അതിന് ഇടയ്ക്കൊക്കെയുള്ള ക്ലാസ്സുകൾ, ഒരു മാസത്തിൽ ഒന്നോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ക്ലാസ്സുകളെങ്കിലും സാറിന്റെ സേവനം നമുക്ക് കിട്ടിയാൽ വലിയ ഉപകാരമാവുമെന്ന് തോന്നുന്നു. താങ്ക് യു. ആരാണ് അശോകൻ എന്ന് പറയുന്ന ആളുണ്ടോ? ഓക്കെ, നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. വിജയ് മാഷ് ഉണ്ടോ? ഞാനൊന്ന് ഇടപെട്ടോട്ടെ. ലാൽജി പ്ലീസ്.
പറഞ്ഞോളൂ. സാധാരണ രീതിയിൽ തോമസ് സാറേ, പിന്നെ സാധാരണ രീതിയിൽ നമ്മുടെ പാരമ്പര്യ വൈദ്യന്മാര് ഇരിക്കുന്ന ഒരു ചടങ്ങില് സ്വാഭാവികമായിട്ടുണ്ടാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇന്ന് ഇവിടെ ഉണ്ടായത്. ഇപ്പൊ അദ്ദേഹം ഒരു പാരമ്പര്യ വൈദ്യനാണ് എന്ന് നമുക്കറിയില്ലായിരുന്നു. ആരോ പിന്നെ ലിങ്കിലൂടെ കയറി വന്നു. നമ്മള് സാധാരണ പറഞ്ഞ കുഴപ്പമില്ല അല്ലെ, അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞാൻ പോയിട്ടുള്ളതാണ്. വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ എനിക്ക് അറിയാം, അദ്ദേഹത്തിന്റെ സ്വഭാവം അറിയാം. അത് സാറില്ല, അത് ഞാൻ പുള്ളിയായിട്ട് നേരിട്ട് സംസാരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളിലൊന്നും ഞാൻ എത്ര കൃത്യമായ ആൻസറാണ് പറഞ്ഞത്. അങ്ങനെ ഒരാൾ വന്നാലൊന്നും എന്റെ ആർഗ്യുമെന്റ്സിനെ ഖണ്ഡിക്കാൻ പറ്റില്ല. കാരണം ഇത് വന്നത് പുസ്തകം വായിച്ച് പഠിച്ചതല്ല. എങ്ങനെയാണോ ഋഷിവര്യന്മാര് ഈ അറിവ് നേടിയത് അതേ മാർഗത്തിലൂടെയാണ് എനിക്കും ഇത് കിട്ടിയത്. അതുകൊണ്ട് ആർക്കും എന്നെ തർക്കിച്ച് തോൽപ്പിക്കാൻ പറ്റില്ല. എന്റെ ഗുണം കൊണ്ടല്ല, ഇറ്റ് ഈസ് ത്രൂ ദ സ്പിരിറ്റ് ഇറ്റ്സ് ഗെറ്റിംഗ്. അതുകൊണ്ട് നിങ്ങൾ എന്നെ വെല്ലുവിളിക്കാന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ വെല്ലുവിളിക്കുന്നത് സ്പിരിറ്റിനെയാണ്. നിങ്ങൾക്ക് പറ്റില്ല, നടക്കില്ല. എത്രയോ ഉദാഹരണങ്ങളുണ്ട്. എന്റെ ഗുണം കൊണ്ടല്ല, എന്റെ ബ്രെയിനിനകത്തുനിന്ന് കിട്ടിയതല്ല ഇത്. എങ്ങനെയാണ് ശരകനും സുശ്രുതനും ഒക്കെ ഇത്രയധികം കാര്യങ്ങൾ കിട്ടിയത്, അതേ മെത്തഡോളജിയിൽ വളരെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുള്ളതെങ്കിലും ഇത് അങ്ങനെ കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഒരു വൈദ്യനെടുത്തിരുന്നോണ്ട് പറഞ്ഞാലോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലോ ഞാൻ പറയുന്ന പോയിന്റിനെ ഖണ്ഡിക്കാൻ അവർക്ക് പറ്റില്ല. അത്രയ്ക്ക് കോൺഫിഡൻസ്. സാറേ, ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, എന്തിനാണ് മില്ലറ്റ് മിഷനില് ഇങ്ങനെ ഒരു ക്ലാസ് കൊണ്ടുവന്നത് എന്നതിനെ സംബന്ധിച്ച് ഈ ക്ലാസ്സിനകത്ത് വന്നിരിക്കുന്ന ആളുകളെങ്കിലും പ്രാഥമികമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, ആരോഗ്യത്തിന്റെ ശാസ്ത്രം എന്നുള്ള രീതിയിൽ ആയുർവേദത്തെ സംബന്ധിച്ച് അടിസ്ഥാനപരമായിട്ടുള്ള ധാരണകൾ ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോ മില്ലറ്റ് മിഷന്റെ ട്രെയിനിങ് ഗ്രൂപ്പിൽ ഒരു നല്ല ചർച്ച നടക്കുന്നുണ്ടായിരുന്നു. ഒന്ന്, അലോപ്പതിയുടെ സിദ്ധാന്തങ്ങൾ വെച്ചിട്ട് ആയുർവേദത്തെ അനലൈസ് ചെയ്യുക, ആയുർവേദത്തെ മാത്രമല്ല മറ്റു പല കാര്യങ്ങളെയും ചികിത്സാ രീതികളെയും അനലൈസ് ചെയ്യുകയും അവയെല്ലാം അശാസ്ത്രീയമാണ് എന്ന ഒരു നിഗമനം ഒരു കൂട്ടർക്ക്, എന്നാൽ അതല്ല എന്ന് മറുകൂട്ടര്. അപ്പൊ സ്വാഭാവികമായിട്ടും എനിക്ക് ഇതിനൊരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് ആശ്രയിക്കാവുന്ന ഒരാള് തോമസ് സാറാണെന്ന് തോന്നി. അതുകൊണ്ടാണ് തോമസ് സാറിന്റെ ഒരു ക്ലാസ് ഇതിനകത്ത് വെച്ചത്. അപ്പൊ എന്താണ് അലോപ്പതിയുടെ സ്ഥാനമെന്നും അലോപ്പതി എങ്ങനെയാണ് രോഗങ്ങളെ കാണുന്നതെന്നും ഒക്കെ സാറ് പറഞ്ഞു. പക്ഷെ ഈ ചെറിയൊരു സമയത്തിന്റെ ഉള്ളിൽ ആ കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായി കേട്ട് മനസ്സിലാക്കി മുമ്പോട്ട് പോകാൻ, അത് ഉൾക്കൊള്ളാന് ഒരു പക്ഷെ എല്ലാവർക്കും കഴിഞ്ഞിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെതായിട്ടുള്ള പ്രതികരണങ്ങളാണ് കേട്ടത്. സ്വാഭാവികമായിട്ടും ഇതെല്ലാം സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ്. വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ടാവട്ടെ. അതൊക്കെ വളർച്ചയുടെ ഒരു ഭാഗമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഇങ്ങനെയൊരു ക്ലാസ്, അത് തീർച്ചയായിട്ടും തോമസ് സാറിന്റെ ക്ലാസ് മില്ലറ്റ് മിഷനിൽ ഇനിയും ഉണ്ടാവും. കാരണം മില്ലറ്റ് എന്ന് പറയുന്ന ആ ചെറിയ ധാന്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വിഷയം ഇവിടെ കൊണ്ടുവന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം വെൽനസ് എന്ന് പറയുന്ന, പ്ലീസ് ഒന്ന് മ്യൂട്ട് ചെയ്യണം. മില്ലറ്റ് മിഷൻ കേരള എന്ന സംഘടന തുടങ്ങിയതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഒരു മനുഷ്യന്റെ 6 തലങ്ങളിൽ വെൽനസ് ഉണ്ടാവണമെന്നും ആ വെൽനസ് നേടിയെടുക്കുന്നതിനാവശ്യമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും മില്ലറ്റ് മിഷനകത്തൂടെ നടക്കുകയും ചെയ്യും. അപ്പൊ അതിന്റെ ഒരു പടി എന്നുള്ള രീതിയിലാണ് നമുക്ക് ഇനിയിപ്പോ പരിസ്ഥിതിയെ കുറിച്ച് സംസാരിക്കേണ്ടി വരും, ക്ലാസ്സുകൾ ഉണ്ടാവും. മണ്ണിനെ കുറിച്ചിട്ട് സംസാരിക്കേണ്ടി വരും, ജലത്തെ കുറിച്ച് സംസാരിക്കേണ്ടി വരും. ഇതെല്ലാം ഉണ്ടാവും. അല്ലാതെ മില്ലറ്റ് എല്ലാ ശനിയാഴ്ചയും മില്ലറ്റുകളെ കുറിച്ച് മാത്രമേ സംസാരിക്കൂ. ഇപ്പൊ ഇവിടെ ഒരാൾ ചോദിച്ചു മില്ലറ്റ് ഏതൊക്കെ, മില്ലറ്റ് ചോദിച്ച ആളുടെ പേര് ഞാൻ പറയുന്നില്ല, ഏതൊക്കെ മില്ലറ്റ് ഏതൊക്കെ രോഗത്തിന് കഴിക്കാമെന്ന്. 2022 ഡിസംബർ മാസം 31 ഈ പരിപാടി തുടങ്ങിയ അന്ന് മുതൽ ഈ ക്ലാസ്സുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആളാണ് ഈ ചോദിച്ചത്. ഒരു 100 പ്രാവശ്യമെങ്കിലും ഈ പ്രോട്ടോകോൾസിനെ സംബന്ധിച്ചിട്ട് ഇവിടുത്തെ ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ചില ആൾക്കാർ കാണുന്നത് വേറെ ഓരോ രീതിയിലാണ്. കേവലമായിട്ടുള്ള ഈ 9 മില്ലറ്റുകൾ, നമ്മൾക്കറിയപ്പെടുന്ന 9 മില്ലറ്റുകളുടെ വട്ടം കിടന്ന് ചുറ്റുക എന്നതല്ല നമ്മളിപ്പോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിന് പുറത്തേക്ക്
ഇതുമായി ബന്ധപ്പെടുന്ന എല്ലാ വിവരശേഖരണങ്ങളും നേടുന്നതിന് വേണ്ടിയിട്ട്, വിവരവും നേടുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പ്രാപ്തി ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് മില്ലറ്റ് മിഷന്റെ മുഴുവൻ ആളുകൾക്കും അത് പ്രയോജനകരമാക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാവും. സ്വാഭാവികമായിട്ടും തോമസ് സാറിനെ പോലുള്ള ആളുകൾ വരും കാലങ്ങളിൽ വ്യത്യസ്ത വിഷയങ്ങളുമായിട്ട് മില്ലറ്റ് മിഷന്റെ പ്രോഗ്രാമിൽ വരും. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം എന്ന് തോന്നുന്നു. വിജയമാഷുണ്ടോ? പ്ലീസ് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങളൊന്നും സംസാരിക്കില്ല, ചോദ്യമൊന്നും ഉണ്ടായില്ല. ഓക്കെ, തുടങ്ങാം. ഇനി ചോദ്യങ്ങളൊന്നും ഇല്ലല്ലോ. അതെ, തുടങ്ങാം. നേരം വൈകി, 9 മണി. പ്രിയമുള്ളവരെ, വളരെ വളരെ ഗൗരവത്തോടു കൂടിയാണ് ഞാൻ ഈ ക്ലാസ്സിനെ സമീപിച്ചത്. കാരണം ഞാൻ ഈ കുറെ കാര്യങ്ങള് ഈ ആയുർവേദത്തിൽ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി വരുന്ന ഒരു ആളാണ്. അപ്പോൾ വളരെ വിജ്ഞാനപ്രദമായ ഇന്നത്തെ ക്ലാസ് എടുത്ത ബഹുമാനപ്പെട്ട തോമസ് സാറിന് പ്രത്യേകം നന്ദി പറയുകയാണ്. അത് മാത്രമല്ല, നമ്മൾ മില്ലറ്റ് മിഷൻ കേരളയുടെ സാധാരണ എടുക്കുന്ന ക്ലാസ്സിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇനി മില്ലറ്റിനെ കുറിച്ച് മാത്രമല്ല, അതിൻ്റെ സാധാരണ ജനങ്ങൾക്ക് ആരോഗ്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അത് ജീവനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ഒരു നല്ല രൂപത്തിൽ പരിഹാരം കാണാൻ വേണ്ടി പറ്റുന്ന തരത്തിലുള്ള ക്ലാസ്സുകളിലേക്ക് നീങ്ങാൻ വേണ്ടി പോവുകയാണ് മില്ലറ്റ് മിഷൻ കേരള. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളൊരു ബഹുമുഖ പ്രതിഭ വളരെ ഞാൻ ഇതുവരെ ഇങ്ങനെയുള്ളൊരു ക്ലാസ് കേട്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ആധികാരികമായി, വളരെ വിശാലമായി ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ച തോമസ് സാറിന് ഒരിക്കൽ കൂടി പ്രത്യേകം നന്ദി പറയുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കട്ടെ. സ്നേഹപൂർവ്വം, വിജയം മാഷ്. തോമസ് മാഷിന്റെ